സൂറത്തുൽ ലൈലിൽ മനുഷ്യരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, അധ്വാനങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ വ്യത്യസ്തമായ വഴികൾ ഇന്നലെ നാം വിശദീകരിച്ചു കൊടുത്തു. അല്ലാഹുവിൻ്റെ വഴിയിൽ സമ്പത്ത് വിനിയോഗിക്കുകയും സൂക്ഷ്മ ജീവിതം നയിക്കുകയും അല്ലാഹു നൽകും ജീവിക്കുകയും ചെയ്യുന്ന വിജയികൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ എളുപ്പമാണെന്നും അവർക്ക് നല്ല എളുപ്പമായ വഴി അല്ലാഹു തആല തുറന്നു കൊടുക്കുമെന്നും, അതേ സന്ദർഭത്തിൽ നല്ല വഴികളിൽ സമ്പത്ത് ചെലവഴിക്കാൻ മടി കാണിച്ച് ലുബ്ധ കാണിക്കുകയും സ്വന്തം ജീവിതം ഇനി ആരെയും ആശ്രയിക്കാതെ ജീവിക്കാമെന്ന ഐശ്വര്യം നടിക്കുകയും ചെയ്ത മനുഷ്യൻ അല്ലാഹു നൽകുന്ന നല്ല പ്രതിഫലത്തിൽ വിശ്വസിക്കാതെ അവന് പ്രയാസകരമായ വഴി ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തആല ഒരുക്കി കൊടുക്കുമെന്ന് ഇന്നലെ നാം വിശദീകരിച്ചു കേട്ടു. ആ പിശുക്ക് കാണിക്കുന്ന ആളുകളോട് നിർബന്ധവും ഐച്ഛികവുമായി കൊടുക്കേണ്ട മേഖലകളിൽ കൊടുക്കാത്തവരോട് അല്ലാഹു തആല അവസാനമായി പറയുന്ന ഒരു വിഷയം ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കി, വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ, വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ, അവന് വല്ല നാശവും സംഭവിച്ചാൽ അവന്റെ സമ്പത്ത് അവന് മതിയാവുകയില്ല. പിശുക്ക് കാണിക്കുന്ന മനുഷ്യന്റെ സ്വത്ത് എന്തെങ്കിലും ഒരു നാശം അവന് പറ്റിപ്പോയാൽ, ഗുരുതരമായ എന്തെങ്കിലും ഒരവസ്ഥ വന്നുപോയാൽ എത്ര കോടിക്കണക്കിനുണ്ടെങ്കിലും അതവന് മതിയാവുകയില്ല. കൊടുക്കേണ്ട മേഖലകളിൽ കൊടുക്കാത്തത് കൊണ്ട് വന്ന ഒരു അപായം, അപകടമായതുകൊണ്ട് അല്ലാഹു തആല അവന്റെ സമ്പത്തിന് ബറക്കത്ത് എടുത്തു കളഞ്ഞതുകൊണ്ട് എത്ര അധികമുണ്ടെങ്കിലും അവന് മതിയാകാതെ വരും. വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ, കുറച്ചാണെങ്കിലും അത് മതിയാകുന്ന രൂപം അല്ലാഹു തആല ബറക്കത്ത് നൽകിയാൽ കുറച്ച് മതിയാകും. ധാരാളം ഉണ്ടെങ്കിലും ബറക്കത്തില്ലെങ്കിൽ ഒരു നിലക്കും അത് മതിയാകൂല. അതാണ് വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ, അവന് നശിച്ചു പോയാൽ, അല്ലെങ്കിൽ ഇദാ തറദ്ദ അവൻ ഖബറിൽ വീണുപോയാൽ, എന്ന് പറഞ്ഞാൽ മരിച്ചിട്ട് ഖബറടക്കിയാൽ പിശുക്കി വെച്ച സമ്പത്തൊന്നും ഉപകരിക്കൂല. അല്ലെങ്കിൽ അവൻ നരകത്തിലേക്ക് വീണുപോയാൽ, നരകത്തിന്റെ ആഴിയിൽ വീണുപോകുന്ന മനുഷ്യന്മാരാണ് ഈ ഭൂലോകത്ത് ഇഷ്ടം പോലെ സമ്പത്തുള്ളവര്. അല്ലാഹു സാമ്പത്തിക പുരോഗതിയിൽ എക്കാലത്തും മുൻപന്തിയിൽ നിർത്തിയവർ മുഅ്മിനുകളല്ല, സത്യനിഷേധികളാണ്. അവർക്ക് ഇഷ്ടം പോലെ അല്ലാഹു തആല കൊടുക്കും. നമ്മളൊക്കെ കണ്ട പല കാഴ്ചകളാണല്ലോ. കഴിഞ്ഞ വർഷം നല്ല സമ്പത്തുള്ള ആൾക്കാര് ഒരു പ്രളയം വന്നപ്പോ ഫക്കീറുമാരായി മാറി. എത്ര സ്വത്തുണ്ടായിരുന്നു. കേരളത്തിന്റെ മറ്റൊരു ഭാഗത്ത് വന്ന പ്രളയത്തിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്വത്തിന്റെ നാശം സംഭവിച്ചപ്പോ ഒരിക്കലും വീട് വിട്ട് വേറെ ഒരു വാടക വീട്ടിൽ പോലും താമസിക്കാത്ത ആളുകൾ, അവരെ ഫ്ലാറ്റ് മാറിയാൽ അടുത്തൊരു ഫ്ലാറ്റിലേക്കല്ലാതെ പോകാത്ത ആളുകൾ
അവർ താമസിച്ചത് എവിടെയായിരുന്നു? എന്നിട്ട് ആ സമ്പത്തൊക്കെ ഇനി മടക്കി കിട്ടിയോ? ഇല്ല, എല്ലാം പോയി. 45 ലക്ഷത്തിന്റെ അല്ലെങ്കിൽ 50 ലക്ഷത്തിന്റെ കാറ്, 2 മാസം മുമ്പ് വാങ്ങിയ ആളെ കാറ്, കൂടുതലൊന്നും ഉപയോഗിക്കാത്ത കാറടക്കം അല്ലാഹു തആല ഒരു ചെറിയ വെള്ളം അടിച്ചു വീശിയതോടുകൂടെ അതും നശിച്ചുപോയി, ഉപയോഗശൂന്യമായി പോയി. വലിയ അഹങ്കാരവും ധിക്കാരവും പിശുക്കും മനുഷ്യരിൽ രൂപപ്പെട്ടപ്പോഴാണ് പ്രകൃതിക്ഷോഭങ്ങൾ വരാൻ തുടങ്ങുന്നത്. പ്രതികരിക്കാൻ കഴിയുകയാണെങ്കിൽ എങ്ങനെ പ്രതികരിക്കണം? നിങ്ങൾ നോക്ക്, കേന്ദ്രത്തിന്റെ അടുത്തും കേരളത്തിന്റെ അടുത്തും പ്രതിരോധ സേന എല്ലാവിധ ഉപകരണങ്ങളും ഇറക്കിയാലും വെള്ളം എന്ത് ചെയ്യാനാ? വെള്ളം താനെ വറ്റിപ്പോവുകയോ ഇറങ്ങിപ്പോവുകയോ വേണ്ടേ? ഒരു നാശം സംഭവിച്ചാൽ ആർക്ക് പ്രതിരോധിക്കാൻ കഴിയും? ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ശക്തമായി ഇടിയും മിന്നലും കാറ്റും ഉണ്ടായാൽ അതിൽ വരുന്ന നാശനഷ്ടങ്ങൾ പ്രതിരോധിക്കാൻ ആരെ സമ്പത്താണ് ഇവിടെ ഉപകരിക്കുക? അതാണ് ആദ്യം പറഞ്ഞ തഫ്സീർ, വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ. വല്ല നാശവും സംഭവിച്ചു കഴിഞ്ഞാൽ പിശുക്കന്റെ ലുബ്ധന്റെ സ്വത്ത് അവന് മതിയാകൂല. എങ്ങനെ മതിയാകാനാണ്? ഒരു ചെറിയ ബ്ലോക്ക് നെറ്റിയിൽ നിന്ന് തലച്ചോറിലേക്ക് പോകുന്ന ഒരു നരമ്പിന് ബ്ലോക്ക് വന്നാൽ മതി. രക്തം സദാ സഞ്ചരിക്കുന്നത് അതിന്റെ സഞ്ചാര വേഗത ഒന്ന് കുറഞ്ഞാൽ മതി. ഉടനെ അത് മസ്തിഷ്കത്തിലെത്തുകയും തകരാറ് സംഭവിക്കുകയും ഒരു ദിവസത്തെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഏറ്റവും മുന്തിയ ഡോക്ടർമാരെയും ഹോസ്പിറ്റലിലും നോക്കിപ്പോയാൽ ഒരൊറ്റ ഇഞ്ചക്ഷന് 25 ലക്ഷം 30 ലക്ഷം കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു മാസമോ 2 മാസമോ കഴിയുമ്പോഴേക്ക് ഇത്രയും പിശുക്കി വെച്ച സ്വത്ത് മുഴുവനും സ്വന്തത്തിനും കുടുംബത്തിനും നാട്ടുകാർക്കും ആവശ്യത്തിന് ചെലവഴിക്കാൻ പോലും കൊടുക്കാത്തത് സ്വന്തം ആവശ്യത്തിന് തികയാതെ വരിക. വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ. അപ്പൊ നാശം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പിശുക്കുന്ന സ്വത്തൊന്നും മതിയാകൂല. എത്ര വലിയ സമ്പത്തുണ്ടായിരുന്നു അബൂജഹലിന്. എന്നിട്ട് എന്തെങ്കിലും പ്രതിരോധിക്കാൻ എത്രയോ വലിയ സമ്പത്തുമായി പോയിട്ട് പ്രതിരോധിക്കാൻ എങ്ങനെ കഴിഞ്ഞു അവർക്ക്? അല്ലാഹു തആല ഭൂമി ലോകത്തേക്ക് ആദ്യമായി സഹായത്തിന് വേണ്ടി മലക്കുകളെ ഇറക്കിയത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബദറിലാണല്ലോ. മുമ്പൊന്നും ഒരു നബിക്കും അങ്ങനെ ഒരു സൈന്യമായിട്ട് മലക്കുകൾ ഇറക്കി കൊടുത്ത് സഹായിക്കാന്നുള്ള ഒരു പരിപാടി ഇല്ല. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാഇ വമാ കുന്നാ മുൻസിലിൻ. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെ എറിഞ്ഞ് വകവരുത്തിയ ആളുകളെ പറ്റി, അവർക്ക് ശിക്ഷ കൊടുത്തതിനെ പറ്റി അള്ളാഹു പറഞ്ഞല്ലോ. ആ നാട്ടുകാരെ മൊത്തം നശിപ്പിക്കാൻ നമ്മളൊരു സൈന്യത്തെയും ഇറക്കിയിട്ടില്ല. വമാ കുന്നാ മുൻസിലീൻ, അങ്ങനെ ഇറക്കുന്നൊരു പതിവ് നമുക്കില്ല. പിന്നെ എങ്ങനെയാ നാട്ടുകാരെ നശിപ്പിച്ചത്? ഇൻ കാനത്തില്ലാ സുയ്ഹത്തൻ വാഹിദത്തൻ ഫൈദാഹും ഖാമിദൂൻ. ജിബ്രീൽ അലൈഹിസ്സലാം അവരുടെ താമസ സ്ഥലത്തിന്റെ മുകൾ ഭാഗത്തു നിന്ന് ഒരൊറ്റ അട്ടഹാസം, ഫൈദാഹും ഖാമിദൂൻ, ആ നാട്ടുകാർ മുഴുവനും കെട്ടുപോയി. ഖമദ എന്ന് പറഞ്ഞാൽ തീ കിടുന്നതിനാണ് പറയാ. എന്നാ ആ പറഞ്ഞതിന്റെ അർത്ഥം ഒരു ചലനം പോലും, ഒരു പ്രതികരണം പോലും, ഒന്ന് ഓടാൻ പോലും സാധിക്കാതെ, ആരോടെങ്കിലും എന്തെങ്കിലും ഒന്ന് കേഴാൻ പോലും അവസരം കൊടുക്കാതെ ഫഇദാഹും ഖാമിദൂൻ, അട്ടഹാസം കേട്ട ഉടനെ നാട്ടുകാർ മൊത്തം നശിച്ചു. ഒരു അട്ടഹാസ്യം നടത്തിയിട്ടുണ്ട്.
എത്ര ഭൂസ്വത്തുള്ളവരായിരുന്നു അവര്. അപ്പൊ പിശുക്കുന്ന ആളുകൾക്കുള്ള വലിയ ഒരു പാഠമാണ് അള്ളാഹു പറഞ്ഞത്. നാശം വന്നാൽ നിങ്ങൾക്കതൊന്നും തികയൂല. നമുക്കിതിൽ ഉപദേശമുണ്ട്, മുഅ്മിനീങ്ങൾക്കുണ്ട്. കൊടുക്കേണ്ട മേഖലയിൽ കൊടുക്കാത്തത് കൊണ്ട് എന്തെങ്കിലും അപായങ്ങൾ വന്നാൽ ഒരു കൂട്ടിയതൊന്നും തികയില്ല. സക്കാത്ത് കൊടുക്കാത്തവന്റെ സ്വത്ത് അങ്ങനെ നശിക്കുന്നതാണല്ലോ. മാ ഖാലത്തു സക്കാത്തു മാലൻ ഇല്ലാ അഹ്ലകതുഹു സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സക്കാത്തിന്റെ വിഹിതം ഏത് സ്വത്തിലാണോ കൂടിക്കലരുന്നത് ആ സ്വത്തിനെ ആ വിഹിതം നശിപ്പിക്കും. കുറഞ്ഞ ശതമാനാണെങ്കിലും അത് കൊടുക്കാത്തതുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ ക്രമേണ ആവശ്യങ്ങൾക്കൊന്നും തികയാതെ തീർന്നു പോകും. എങ്ങനെ അവന്റെ സ്വത്ത് അങ്ങനെ പോയതെന്ന് അവനെ വൃത്തം കിട്ടില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഹക്കുകൾ വീട്ടാത്തത് കൊണ്ടാണ്. കഴിയൂല. അതുകൊണ്ടാണ് പല ആളുകളും ഏറ്റവും കൂടുതൽ ക്ഷീണിക്കുന്ന, തോറ്റുപോകുന്ന അവസ്ഥയാണ്. ജനങ്ങൾക്കൊക്കെ അവര് കൊടുക്കാനുണ്ട്, കൊടുക്കാൻ വഴിമുട്ടുമ്പോ പിന്നെ അവസാന മാർഗം കാണുന്നത് നാടുവിടലാണ്. സമ്പത്ത് ഇങ്ങനെ പെരുപ്പിക്കാൻ അല്ലാഹു തആല 1, 2, 3 കച്ചവടക്കോൽ ചെയ്തപ്പോൾ നല്ല ബർക്കത്ത് കൊടുത്തു, പുരോഗതി കൊടുത്ത് ഇങ്ങനെ വരികയാണ്. അങ്ങനെ ആരോന്ന് പറഞ്ഞു, നിങ്ങള് സക്കാത്ത് കൊടുക്കണം കേട്ടോന്ന്. അപ്പോല് പറഞ്ഞു സക്കാത്ത് കൊടുക്കാൻ മാത്രമൊന്നും ആയില്ല, അതിനൊക്കെ ഇനി എത്ര വേണം. അപ്പൊ അല്ലാഹു തആല എന്ത് ചെയ്തു? ആ മനുഷ്യന്റെ മനസ്സിൽ താല്പര്യം, ഹിർസ് അലച്ച് ഇട്ട് കൊടുത്തു. അപ്പൊ അയാള് പിന്നെ അത് വികസിപ്പിച്ചു. കുറെ ആളുകളിൽ നിന്ന് ഷെയർ സ്വീകരിച്ചു. 10 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷമൊക്കെ ഷെയർ സ്വീകരിച്ചു. അങ്ങനെ അയാൾക്ക് ഇത് പൊട്ടിപ്പൊളിയും എന്ന് കണ്ടപ്പോഴേക്ക് അയാള് ഒരു വിസ ശരിയാക്കി വിദൂര സ്ഥലത്തേക്ക് വണ്ടി കയറി. ആളുകൾ അന്വേഷിക്കുമ്പോ ആളിവിടെ എവിടെ ഇല്ലെന്നോ. ഇനി ഭാരിച്ച ബാധ്യത വീട്ടണമെങ്കിൽ എത്ര കാലം കഴിയും? ഇതിന്റെ കേടുപാട് എവിടെ സംഭവിച്ചത്? ആദ്യഘട്ടത്തിൽ 1 വർഷത്തിൽ അയാൾക്ക് കൊടുക്കേണ്ട ഹക്കുകൾ ഉണ്ടായിരുന്നു, കൊടുത്തില്ല. അങ്ങനെ നശിച്ചുപോയി. നമ്മൾ വീണ് കിടക്കുന്ന ഖബറിലും സമ്പത്ത് നമ്മളെ രക്ഷപ്പെടുത്താനുണ്ടാകൂല. ആയത്ത് വിശദീകരിച്ചു കൊടുത്ത് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ. വീണ് കിടന്നാൽ, മരിച്ചു കിടന്നാൽ, ഖബറിൽ പോയി കിടന്നാൽ ഇവിടെയുള്ള സമ്പത്തൊന്നും നമുക്ക് ഫലം ചെയ്യൂല. നമുക്ക് ഫലം ചെയ്യണമെങ്കിൽ മരിക്കുന്നതിന്റെ മുമ്പ് മനുഷ്യൻ നല്ല വഴികളിൽ എന്തെല്ലാം ചെലവഴിക്കുന്നുണ്ടോ, അവകാശങ്ങൾ എന്തെല്ലാം തീർക്കുന്നുണ്ടോ, അതവന് നന്നായി ഉപകരിക്കും എന്ന് ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ മഹാനവറുകൾ പറയാം. കാരണം ആര് സമ്പത്ത് ഇവിടെ ബാക്കി വെച്ചു പോയാലും മൊത്തം സമ്പത്തിന്റെ അവസാനത്തെ ഉടമസ്ഥൻ അല്ലാഹു തആലയല്ലേ. മനുഷ്യന്മാരൊക്കെ തീർന്നു കഴിഞ്ഞാൽ ആർക്കായി സമ്പത്ത്? പിന്നെ ഒരു തലമുറ ഇവിടെ വേറെ വരാനൊന്നുമില്ല. എല്ലാ മനുഷ്യരെയും ജിന്നുകളെയും അല്ലാഹു തആല നശിപ്പിച്ചാൽ, മരിപ്പിച്ചാൽ പിന്നെ ആർക്കാ സമ്പത്ത്? അല്ലാഹു തആല പറഞ്ഞു, ഇന്നാ നഹ്നു നരിസുൽ അർള വമൻ അലൈഹാ. ഭൂമിയെയും ഭൂമിയിലുള്ള സർവരെയും അനന്തരമെടുക്കുന്നത് നമ്മളാണ്. എല്ലാരെയും അനന്തരെടുക്കാൻ പറ്റിയ ഒരാൾ അല്ലാഹു തആല മാത്രം. അപ്പൊ പിന്നെ അള്ളാഹുവിന്റെ അടുത്തേക്ക് ചെല്ലുന്ന ഈ മനുഷ്യൻ ഖബറിലെത്തുന്ന സമയത്ത് വലിയ ഉപകാരമായിട്ട് അവൻ എന്താണോ ചെലവഴിച്ചത് അതവന് നല്ല ഉപകാരം കിട്ടും. അപ്പൊ ഈ ആയത്തിന്റെ അടിയൊഴുക്കിൽ നിന്ന് മരിച്ചു കഴിഞ്ഞിട്ട് ഖബറിൽ സന്തോഷം കാണാൻ പറ്റിയത് നമ്മളെ ഹയാത്ത് കാലത്ത് ഉള്ള സമ്പത്തിൽ നിന്ന് നമ്മൾ ചെലവഴിക്കണം. എന്നാ വലിയ ഉപകാരം കിട്ടും. അനന്തരക്കാർക്ക് ബാക്കി വരുന്ന സ്വത്തല്ല, അതിനേക്കാളും വലിയ ഉപകാരം നമുക്ക് ഹയാത്ത് കാലത്ത് ചെലവഴിക്കുന്നതിനാണ്. അനന്തരക്കാരെ സ്വത്ത് പിന്നെ അവരുടെ അവകാശത്തിലായി, പിന്നെ നമുക്കതിൽ നിന്ന് കാര്യമായിട്ടൊന്നും കിട്ടാനില്ല. പിന്നെ അവർ കിട്ടും,
2 കൊല്ലൊക്കെ അല്ലെങ്കിൽ 3 കൊല്ലൊക്കെ ചിലർക്ക് ഏറിപ്പോയാൽ ബാപ്പാനും ഇമ്മാനും ഓർമ്മ ഉണ്ടാവും, പിന്നെ ആർക്കും ഓർമ്മ ഉണ്ടാവൂല. നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെയാണല്ലോ, 2 കൊല്ലം 3 കൊല്ലം ബാപ്പാനും ഇമ്മാനും ഓർക്കും. പിന്നെ അങ്ങനെ പറയും, എന്തെങ്കിലും പരിപാടിയൊക്കെ നടക്കുന്നിടത്തുനിന്ന് ബാപ്പ മരിച്ച മാസാണ്, ഉമ്മ മരിച്ച മാസാണ്. ആ ബാപ്പാന്റെ വാപ്പാക്ക് ഹയാത്ത് കാലത്ത് ഈ മക്കളൊക്കെ കണ്ടതാണ്, ഒരു 40ഓ 50ഓ ആൾക്കാർ ഒരുമിച്ച് കൂട്ടി ഒരു ചെറിയ ഭക്ഷണം ഉണ്ടാക്കി ഒരു യാസീൻ ഓതി ദ്വാരക്കുന്ന സ്വഭാവം എല്ലാ വർഷവും ഉണ്ടായിരുന്നു. ഇപ്പൊ ബാപ്പാന്റെ സ്വത്ത് ഇവര് കൈക്കലാക്കിയപ്പോ ആദ്യത്തെ കൊല്ലം 1ാമത്തെ ആണ്ടല്ലേ കുറച്ച് ഉഷാറാക്കുക, അപ്പൊ ഒരു 10-100 ആളൊക്കെ വിളിച്ചു. 2ാമത്തെ ആണ്ടല്ലേ ഒരു 50 ആളൊക്കെ വിളിച്ചു. 3ാമത്തെ ആണ്ടായപ്പോ എല്ലാരും കൂടി പറഞ്ഞു, മക്കളൊക്കെ അതിന് നമ്മളൊക്കെ യാസീൻ ഓതിയാ മതി, എന്നാലും വാപ്പാക്ക് ഏറെ കിട്ടും, വാപ്പ ഹയാത്ത് കാലത്ത് ചെലവഴിച്ച തന്നെ ഒരുപാടുണ്ട്, ഇനിയിപ്പോ നമ്മളെല്ലാരും വിളിച്ച് ഭക്ഷണം കൊടുത്തോളൊന്നുമില്ല, കഴിഞ്ഞു. ഇത് ദീർഘായുസുള്ളതാ 2 വർഷം തന്നെ, മറ്റേ 40ഓടുകൂടെ തീരും. അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അവരെത്ര പെട്ടെന്നാണ് ബാക്കിയുള്ളവർ മറന്നത്. അവരെ സമ്പത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നും മുന്നോട്ട് പോകുന്നതെന്നും യാതൊരു ചിന്തയും നമ്മുടെ വക്കലില്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം, ഖദീജ ബീവി വഫാത്തായതിനു ശേഷം ഖദീജ ബീവിയെ പറയാത്ത ദിവസങ്ങൾ ഇല്ല എന്ന് എല്ലാ ദിവസവും ഖദീജ ബീവിയെ പറയുന്നതാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്. നബി തങ്ങളെ പറച്ചിൽ തന്നെ മതി, തങ്ങളാ പറയലും ആ ദുആയും തന്നെ മതി മഹദിക്ക് ഏറെ കിട്ടാൻ. ചിലപ്പോഴൊക്കെ നിങ്ങൾ നോക്ക്, പലപ്പോഴും ആടിനറുത്ത് അതിന്റെ മാംസം വിതരണം ചെയ്യുന്ന സ്വഭാവം പലപ്പോഴും ഉണ്ടായിരുന്നു. അത് ഖദീജ റളിയല്ലാഹു അൻഹയെ ഒരിക്കലും വിടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഓർക്കുകയാണ്. 25 വർഷമാണെങ്കിലും ആ ജീവിതം മറ്റുള്ള ഭാര്യമാരുടെ കൂടെ ജീവിച്ചതുപോലല്ല, ഒരിക്കലും മറക്കാൻ കഴിയൂല. ഒരിക്കലും മറക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ജീവിതമാണ്. അതേപോലെ തന്നെയല്ലേ ബാപ്പാന്റെയും ഉമ്മാന്റെയും ഒക്കെ പരലോകണത്തിന് വേണ്ടി സ്വഹാബത്തിനെയും കൂട്ടി സിയാറത്ത് നടത്തിയതൊക്കെ ഹദീസിലുണ്ടല്ലോ. ഉമ്മാന്റെ ഖബറിങ്ങനെത്തിയപ്പോ കുറഞ്ഞ വർഷമാണ് ഉമ്മാന്റെ ശിക്ഷണം ലഭിച്ചതെങ്കിലും ഉമ്മാൻ ആലോചിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞു. സ്വഹാബത്തിനെ കരയിപ്പിച്ചു തങ്ങളാ കരച്ചിൽ. മാതാവിനെ ഓർത്ത് അവസാന നേരം ഉമ്മ നൽകിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർത്തെടുക്കുകയാണ്. അപ്പം മരിച്ചതിന് ശേഷം ഖബറിൽ നല്ല ഫലം കൊയ്യാൻ പറ്റുന്ന അമലുകൾ സമ്പത്ത് മുഖേന നാം ചെയ്തെടുക്കണം. അതിൽ പ്രധാനപ്പെട്ടതാണ് നല്ല കഴിവുള്ള ആളുകളൊക്കെ എന്തെങ്കിലും ഒരു വിഹിതം നല്ല മാർഗത്തിൽ വഖഫ് ചെയ്യുക എന്നത്. പഴയകാലത്ത് ഉമ്മമാരും ഉപ്പമാരും പള്ളിക്ക്, മദ്രസക്ക്, അതുപോലെ തന്നെ ഖുർആൻ ഖത്മ് തീർക്കാൻ വേണ്ടി അങ്ങനൊക്കെ വഖഫ് ചെയ്ത സ്വത്ത് കാണാം. വിശുദ്ധ ഖുർആന്റെ ഖത്മിന് വേണ്ടി സ്വത്ത് വഖഫ് ചെയ്ത, മാസം മാസം ഓരോ ഖത്മ് തീർക്കുന്ന ആളുകൾ, കുറഞ്ഞ ആളുകൾ അതിന്റെ വരുമാനം എടുത്ത് അവരുപയോഗിക്കും. ഏക്കർ കണക്കിന് സ്വത്ത് അവരങ്ങനെ വഖഫ് ചെയ്തതുകൊണ്ട് നിത്യമായി മുറിയാതെ അവരെ ഖബറിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. സാമ്പത്തികമായ ചെലവില്ലെങ്കിലും ശാരീരികമായ അധ്വാനത്തിലൂടെ നേടാൻ പറ്റുന്ന വലിയ ഒരു വിഭവമാണ് നമ്മളെല്ലാവരും ഗുരുക്കളാവുക എന്നത്. മാതാവും പിതാവും മക്കൾക്ക് ഗുരുനാഥന്മാരാകണം. ഭർത്താവ് ഭാര്യക്കും ഭാര്യ ഭർത്താവിനും ഗുരുവായി മാറണം. എന്തെങ്കിലും വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഇൽമ് പകർത്തി കൊടുക്കാനും ഉള്ള അവസരം ഉപയോഗപ്പെടുത്തും ജീവിതത്തിൽ. അതങ്ങനല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മളിൽ ആദ്യം ഇൽമു വേണം, എന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കണം.
ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിനോട് കൂടെ മാത്രമാണ് തങ്ങളും ആയിഷ ബീവിയും ഒരേ പാത്രത്തിൽ കുളിച്ചത്. വേറെ ഒറ്റ ഭാര്യന്റെ കൂടെ അങ്ങനെ കുളിച്ചിട്ടില്ല. ഒരേ പാത്രത്തിൽ നിന്ന് ഭാര്യയും ഭർത്താവും കുളിക്കുന്നതിലൂടെ തങ്ങൾ പഠിപ്പിക്കുന്നത് ഒന്നാമതായി കുളിയുടെ നിയമങ്ങളാണ്, അതിലെ സുന്നത്തുകളും ഫർളുകളും. അത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് പഠിപ്പിക്കും. അപ്പൊ മഹദി അത് കണ്ട് പഠിക്കാണ്. പക്ഷെ അതിന് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയത് മഹദിക്ക് മാത്രമാണ്. വേറെ മറ്റു ഭാര്യമാർക്കൊന്നും 9 ഭാര്യമാരിൽ ആർക്കും അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പിൽക്കാലത്ത് അത് എടുത്തു പറയാറുണ്ട്, ഞാനും തങ്ങളും മാത്രമാണ് ഒരു പാത്രത്തിൽ നിന്ന് കുളിച്ചത്, ഭക്ഷണം കഴിച്ചതല്ല കുളിച്ചത്. അപ്പൊ ഈ കുളിന്റെ നിയമം ധാരാളം ഉണ്ട്. അത് പഠിപ്പിക്കലും അതുപോലെ വെള്ളത്തിന്റെ ഉപയോഗം പഠിപ്പിക്കലും ദിക്ർ പഠിപ്പിക്കലും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ മാറ്റുകയാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്ക് അവിടുന്ന് വലിയ ഗുരുവാണ്, ലോകത്തെല്ലാവർക്കും ഗുരുവാണ്. നമ്മൾ നമ്മുടെ മക്കൾക്ക് ബാപ്പമാരൊക്കെ ഗുരുക്കളാകണം. പഴയ കാലത്ത് 1-ാം ക്ലാസ് മുതൽ ഒരു 5-6 ക്ലാസ്സിലെത്തുന്നത് വരെ നേരം കിട്ടുമ്പോഴൊക്കെ ബാപ്പാരും എല്ലാ ദിവസവും ഉമ്മാരും കുട്ടികളെ ഓത്ത്, വായന, എഴുത്ത് ഇത് ശ്രദ്ധിക്കും. എന്നിട്ട് അതിലെ അപാകതകൾ തിരുത്തി കൊടുത്ത് അവർ എഴുതി കൊടുക്കും, ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോ ഉസ്താദുമാര് ഗുരുനാഥന്മാരാകുന്നത് പോലെ വീട്ടിലെത്തിയാൽ ബാപ്പയും ഉമ്മയും അവരും ഗുരുനാഥന്മാരാകും. അപ്പൊ ആ നിലക്കും ഒരു ബഹുമാനം മക്കളെ കൽവിൽ ബാപ്പാരോടും മാരോടും. ഇവിടുന്ന് സമ്പത്ത് ചെലവഴിച്ച് നമ്മള് പോറ്റി വളർത്തുന്ന മക്കൾ നമുക്ക് ആഖിറത്തിലേക്കുള്ള ഖബറിലേക്കുള്ള വലിയ ഒരു സമ്പാദ്യമാണ്. ഒറ്റക്ക് കഴിയുന്നിടത്ത് നഷ്ടം വരാതിരിക്കാൻ നമ്മുടെ സമ്പത്ത് ഉപകാരപ്പെടണം. ഇപ്പൊ നിങ്ങൾ നോക്ക്, പല ഭാഗങ്ങളിലും ആളുകൾ കഷ്ടപ്പെടുന്ന ഒരു കഷ്ടപ്പാടാണ് വെള്ളമില്ലാത്തതുകൊണ്ട്. യോജിച്ച സ്ഥലം കിട്ടിയിട്ട് ഒരു കോളനിയിലെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ ആളുകൾക്ക് ഒരു കിണർ കുഴിച്ചു കൊടുത്താൽ സുബ്ഹാനല്ലാഹ് എത്രയാണ് അതിന്റെ ഫലം, വലിയ ഉപകാരമാണ്. ബാപ്പാന്റെയും ഉമ്മാന്റെയും ഒക്കെ പേരിൽ നിർവഹിക്കാൻ പറ്റുന്ന വലിയ സ്വതക്കയാണ് കിണർ കുഴിക്കുക എന്നുള്ളത്. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് പെട്ടെന്ന് മരണപ്പെട്ടപ്പോ മഹാനവറുകൾ അടുത്ത് നിന്ന് സംസാരിക്കാൻ പോലും നേരം കിട്ടിയിട്ടില്ല. ഒരാവശ്യത്തിന് പുറത്തു വന്ന് പോയി തിരിച്ചു വന്നപ്പോഴേക്കും ഉമ്മ മരിച്ചിട്ടുണ്ട്. എന്റെ ഉമ്മ പെട്ടെന്നാണ് നബിയെ വഫാത്തായത്. എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുള്ള ഒരു ചാൻസ് എനിക്ക് ഉമ്മാനോട് കിട്ടിയിരുന്നെങ്കിൽ കുറെ സ്വതക്കന്റെ വിഷയമൊക്കെ ഉമ്മ പറയായിരുന്നു. കാരണം ഉമ്മാന്റെ ഒരു പതിവാണത്. ഞാൻ ആ ഉമ്മാന്റെ പേരിൽ സ്വതക്ക കൊടുക്കട്ടെ, ആ നിങ്ങൾ കൊടുത്തോളൂ. അത് ഉമ്മാക്കെത്തുമോ? ഉമ്മാക്കെത്തും, ഫലം ചെയ്യും. മറ്റൊരു ഹദീസിൽ എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മാഉ, വെള്ളമാണ് നല്ലത്. നമ്മളെ നാട്ടിലൊക്കെ മറവ് ചെയ്താല് ചായ കൊടുക്കുക, വെള്ളം കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് സ്വതക്കന്നെയാണ്, ചെറുതാണ്. മഹാനവറുകൾ കിണർ കുഴിച്ചു. ആ കിണറ്റിൽ നിന്ന് പിന്നീട് എത്ര ആളുകൾ വെള്ളം ഉപകരിക്കും. ഇന്നും ആ കിണർ മദീനയിലുണ്ട്. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു, സഅദ് റളിയല്ലാഹു അൻഹു ഉമ്മാന്റെ പേരിൽ കുഴിച്ച കിണർ. ആ കിണറ്റിൽ നിന്ന് ആളുകൾ ഇന്നും വെള്ളം കുടിക്കുന്നു, എടുത്തുകൊണ്ടുപോകുന്നു, മൃഗങ്ങൾക്ക് കുടിപ്പിക്കുന്നു, ആവശ്യങ്ങളൊക്കെ നിർവഹിക്കുന്നു. അപ്പൊ അത് നിത്യമായി ജനങ്ങൾ ഇവിടെ താമസിക്കുന്ന കാലത്തോളം വെള്ളം അതിലുള്ള അവസ്ഥയോളം ഉമ്മാന്റെ ഹദറത്തിലേക്ക് സമ്പത്ത് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. കാരണം ആ ഉമ്മാന്റെ സമ്പാദ്യമാണല്ലോ മകന്. മകനിലൂടെ ഉമ്മാക്ക് കിട്ടിയ വലിയൊരു ഹദിയയാണ്, ഒരു പാരിതോഷികമാണത്. ഉമ്മാക്ക് എന്നും എത്ര ആള് വെള്ളം കുടിക്കുന്നുണ്ട്, എത്ര ജീവികൾ വെള്ളം കുടിക്കുന്നുണ്ട്, അതിനനുസരിച്ച് അല്ലാഹു തആല ഖബറിൽ അങ്ങനെ സ്ഥാനമാനങ്ങളും സുഖങ്ങളും സന്തോഷങ്ങളും ഏറ്റിക്കൊടുക്കും. അപ്പോ ഖബറിൽ കിടക്കാനുള്ള നമുക്ക്
ഇവിടെ ഹക്കുകൾ വീട്ടാതിരുന്നാൽ സമ്പത്ത് കൊണ്ട് ഫലമുണ്ടാകൂല, ഉപകാരം ഉണ്ടാകൂല. നാളെ നരകത്തിൽ പോകുന്നൊരു മനുഷ്യൻ, അയാളെ ഏറ്റവും വലിയ താല്പര്യം ഇഷ്ടംപോലെ സമ്പത്തുണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് മോചിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെ നോക്കും. കാഫിര്യങ്ങളൊക്കെ ആ വഴിക്ക് ചിന്തിക്കും. ഇവിടെ നല്ല സ്വത്തുള്ള കാഫിര്യങ്ങളൊക്കെ ലൗ അന്ന ലഹും മാഫിൽ അർളി ജമീഅ, ഭൂമുഖത്തുള്ളത് മൊത്തം കൊടുത്താലും വേണ്ടില്ലായിരുന്നു ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ എന്ന് കരുതും. ലിയഫ്തദൂ ബിഹി മിൻ അദാബി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി ഭൂമുഖത്തുള്ള മൊത്തം സ്വത്ത് വേണമെങ്കിൽ കൊടുക്കാം, എന്നാലും രക്ഷപ്പെട്ട് കിട്ടുമെന്ന് അവർ നോക്കും. പക്ഷേ മാത്തു ഖുബ്ബില മിൻഹും, അവരിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടൂലല്ലോ. സ്വത്ത് കൊടുക്കാൻ ഉണ്ടാകൂല, സ്വീകരിക്കപ്പെടൂല. അപ്പൊ ഹയാത്ത് കാലത്ത് കൂടുതൽ ഹക്കുകൾ വീട്ടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ, മരണം സംഭവിച്ചു കഴിഞ്ഞാൽ, ഖബറിലെത്തിക്കഴിഞ്ഞാൽ, ഇദാ തറദ്ദ എന്ന വാക്കിന്റെ നേർക്കർത്ഥം തറദ്ദ എന്ന് പറഞ്ഞാൽ നാശം സംഭവിച്ചു, അല്ലെങ്കിൽ വീണു പോകാന്നുള്ളിടത്താണ് മരിച്ചു കിടക്കാന്ന്, ഖബറിൽ കിടക്കാന്നൊക്കെ തഫ്സീർ എഴുതിയത്. തറദ്ദ ഫിൽ ഹുഫറത്തി ഇദാ ഖുബിറ, ഖബറടക്കപ്പെട്ടാൽ കുഴിയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവന്റെ സമ്പത്ത് ഉപകരിക്കൂല. അപ്പോ ഖബറിലെത്തുന്ന മനുഷ്യൻ ചിന്തിക്കും, പടച്ചോനെ ആ എടുത്തു വെച്ച പൈസയും കൂടി സ്വതക്ക ചെയ്തിട്ട് വന്നാൽ മതിയായിരുന്നു. ഖബറിലെത്തുമ്പോ ആള് ചിന്തിക്കും അങ്ങനെ, ആ സക്കാത്തും ആ സ്വതക്ക് കൊടുക്കാണ്ടായിട്ടും ഞാൻ കൊടുത്തില്ലല്ലോ, വലിയ നഷ്ടായിപ്പോയി എനിക്ക് എന്ന് ചിന്തിക്കും. ഉമർ റളിയല്ലാഹു അൻഹു മദീനയിലെ മഖ്ബറയിലൂടെ ജന്നത്തുൽ ബഖീയിലൂടെ നടന്നു പോയപ്പോ ഖബറാളികളുടെ അവസ്ഥകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മഹാനവർകൾ ചോദിച്ചു, നിങ്ങളെ വർത്തമാനം എന്തൊക്കെയാണ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ചോദിക്കും പോലെ മാ അഖ്ബാറുക്കും, നിങ്ങളെ വർത്താനം എന്താണെന്ന് ചോദിച്ചു ഖബറാളികളോട്. നിങ്ങളെപ്പറ്റി ഞങ്ങളെ വിവരം, നിങ്ങൾ ഇവിടെ ഒഴിവാക്കിപ്പോയ ഭാര്യമാരൊക്കെ മറ്റുള്ളവർ വിവാഹം ചെയ്തു, നിങ്ങൾ സംരക്ഷിച്ചിരുന്ന സമ്പത്തൊക്കെ മക്കളും ബന്ധപ്പെട്ടവരും ഓഹരി ചെയ്തെടുത്തു, നിങ്ങളെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പോ ഖബറാളികൾ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ എന്തെല്ലാം ദുനിയാവെന്ന് ചെലവാക്കിയോ അതിന്റെ ഒക്കെ ലാഭം ഞങ്ങൾ കിട്ടി, ഞങ്ങൾ എത്ര സ്വത്താണോ ബാക്കി വെച്ചു പോകുന്നത് അത് ഞങ്ങൾക്ക് നഷ്ടായി എന്നവര് പറഞ്ഞു. മക്കളെ ഉപകാരത്തിലൂടെ ബാപ്പാർക്കും ഉമ്മാർക്കും കിട്ടുമെങ്കിലും ധൈര്യപ്പെട്ട് അവകാശപ്പെട്ട് സന്തോഷിക്കാനുള്ളത് സ്വന്തം നിലക്ക് ചെലവാക്കുന്നതാണ്. അപ്പൊ അങ്ങനത്തെ മേഖലകൾ വരുമ്പോ നമ്മൾ മടി കാണിക്കരുത്. ഏറ്റവും കൂടുതൽ സ്വതക്കക്ക് പുണ്യമുള്ള ദിനരാത്രങ്ങളാണ് നമ്മിലേക്ക് സമാഗതമാകാൻ പോകുന്നത്. അത് ഉപകാരപ്പെടുത്താനുള്ള ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് വേണം. മരിച്ചു കിടക്കുമ്പോ നമുക്ക് ഖബറിലെത്തിയിട്ട് ചെലവഴിച്ചതിന്റെ സന്തോഷം കാണാനുള്ള വലിയ അവസരം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അവിടെ എത്തിയിട്ട് അങ്ങനൊരു അനുഭവം നമുക്കുണ്ടാകണം. ബാക്കി വെച്ചതിനെ പറ്റി ഖേദിക്കാതെ നമ്മൾ ചെലവാക്കിയതിന്റെ അനുഭവവും മധുരവും അവിടെ ഉപയോഗപ്പെടുത്താൻ കഴിയണം. ഇസ്ലാമിക ലോകത്ത് സന്തോഷം ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ നല്ല വിജയം കിട്ടുമ്പോ വലിയ സമ്പത്തൊക്കെ ചെലവാക്കിയ മഹാന്മാരുണ്ട്. ബഹുമാനപ്പെട്ട കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അല്ലാഹു തൗബ സ്വീകരിച്ചു എന്ന് കേട്ടപ്പോഴേക്ക് മഹാനവറുകളുടെ മനസ്സിലുള്ള ആ സന്തോഷം പുറത്തേക്ക് പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നബിയെ, എന്റെ തൗബയുടെ ഒരു ഭാഗമാണ് എന്റെ സമ്പത്തിൽ നിന്നൊരു ഭാഗം ഇസ്ലാമിന് വേണ്ടി സംഭാവന ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ട് എന്റെ സമ്പത്തിൽ നിന്ന് നല്ലൊരു ഭാഗം തങ്ങൾ സ്വീകരിക്കണം. ഖൈബറിലുള്ള എനിക്കൊരു ഭൂമിയുണ്ട്, ഞാനത് അവിടെ നിലനിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. വേറെ ഒരു ഭാഗം സ്വത്ത്
ഈ തൗബയുടെ ഭാഗമായി, സന്തോഷത്തിന്റെ ഭാഗമായി ഞാൻ വഖഫാക്കുകയാണ്, തങ്ങൾ സ്വീകരിച്ചോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് സ്വീകരിച്ചു. കാരണം അത്ര ഒരു സന്തോഷം ജീവിതത്തിൽ ഇനി ആ സ്വഹാബിക്ക് വേറെ വരാനില്ല. അള്ളാഹു തൗബ സ്വീകരിച്ചു എന്നല്ലേ ആയത്തിറക്കുന്നത്. തൗബ സ്വീകരിച്ചവർ എന്നാണ് സ്വഹാബത്തൊക്കെ പറയുന്നത്. അപ്പൊ അവർക്ക് മറ്റു സ്വഹാബിമാർക്കിടയിൽ നിന്ന് വേറിട്ടൊരു മഹത്വമുണ്ട്. മറ്റുള്ളവരൊക്കെ മഹാന്മാരാണ്, എങ്കിലും തൗബ ചെയ്തിട്ട് അള്ളാഹു ആ തൗബ സ്വീകരിച്ചു എന്ന് ആയത്തിറക്കിയവരല്ലേ. അതുകൊണ്ട് അവര് എപ്പോഴും അവരെ പറ്റി പരിചയപ്പെടുത്തുമ്പോ ഹദീസുകളിലൊക്കെ അള്ളാഹു തൗബ സ്വീകരിച്ച മഹാന്മാരാണ് എന്ന് പ്രത്യേകം എണ്ണി പറയുന്നത് കാണാം. അള്ളാഹു തൗബ സ്വീകരിച്ചു എന്ന് ഖുർആനിലൂടെ പറഞ്ഞ ആളാണിത്, 3 ആളുകളിൽപ്പെട്ട ആളാണ് എന്ന് എണ്ണി പറയും. അപ്പൊ പിന്നെ ആളുകൾക്കിടയിലൊക്കെ അവർക്ക് ബഹുമാനം കൂടി. തൗബ ചെയ്തിട്ട് അല്ലാഹു തൗബ ഖബൂലാക്കിയല്ലോ എന്ന ബഹുമാനം, അതിന്റെ ഭാഗമായി, സന്തോഷത്തിന്റെ ഭാഗമായിട്ടാണ് മഹാനവറുകൾ തന്റെ സ്വത്തിൽ നിന്നൊരു വിഹിതം അങ്ങനെ ഇസ്ലാമിലേക്ക് നീക്കിവെച്ചത്. അപ്പൊ വീണ് കിടക്കുന്ന സമയത്ത്, മരിച്ചു കിടക്കുന്ന സമയത്ത് നമ്മുടെ ഖബറിലേക്ക് മുറിയാതെ കിട്ടുന്ന ഫലമായി നമ്മുടെ സമ്പത്തിൽ നിന്ന് ഒരു വിഹിതം മാറണം. അതിന് വേണ്ടി നമ്മൾ ശ്രമിക്കുകയും വേണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന അലൈനാ ലൽ ഹുദാ വ ഇന്ന ലനാ ലൽ ആഖിറത വൽ ഊലാ. ഇന്ന അലൈനാ ലൽ ഹുദാ, നമ്മുടെ മേൽ ഉള്ള ഒരു വിഷയമാണ് ലൽ ഹുദാ, നേർവഴി കാണിച്ചു കൊടുക്കുക, അറിയിച്ചു കൊടുക്കുക എന്നത്. എല്ലാവർക്കും അള്ളാഹു നേർവഴി അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. നേർവഴി അറിയിച്ചു കൊടുക്കാത്ത ആരും ഇല്ല ഇവിടെ. അത് അല്ലാഹു തആല ഏറ്റെടുത്തൊരു വിഷയമാണ്. കാരണം സൃഷ്ടികളെ അള്ളാഹു മനുഷ്യരെ പടച്ചത് അതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം അവർക്ക് അല്ലാഹു തആല കാണിച്ചു കൊടുത്തത് ഇതാണ് നേരായ വഴി, ഇതാണ് പിഴച്ച വഴി. രണ്ടും വേർതിരിച്ച് അല്ലാഹു തആല കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തിനാ 2 വഴിയും കാണിച്ചു കൊടുത്തത്? നല്ല വഴി സ്വീകരിച്ചുകൊണ്ട് താൽപര്യപൂർവം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വരാൻ. ചീത്ത വഴി ഇതാണ് എന്ന് അറിയിച്ചു കൊടുത്തത് അതിൽ പോകാതെ സൂക്ഷിച്ച് പേടിച്ച് കഴിയാനും. എല്ലാവർക്കും 2 മാർഗങ്ങളും അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരിച്ചു കൊടുത്തു എന്നതുകൊണ്ട് ഇനി ആഖിറത്തിലെത്തിയിട്ട് ഞങ്ങൾക്കത് മനസ്സിലായിട്ടില്ല, ഞങ്ങളോട് ആരും അത് പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ അവർക്ക് വകുപ്പില്ല. ഇന്ന അലൈനാ ലൽ ഹുദാ, നേർവഴി അറിയിച്ചു കൊടുക്കുക എന്നത്, അത് മനസ്സിലാക്കി കൊടുക്കുക എന്നത് നമ്മുടെ മേലുള്ള വിഷയമാണ്. എല്ലാവർക്കും അറിയാം, ഇവിടെ ഇസ്ലാം ദീനാണ് സത്യമായ ദീനെന്ന് അറിയാത്തവരാരുമില്ല. എല്ലാവർക്കും അറിയാം. എല്ലാവരും കൂടി ഇസ്ലാമിലേക്ക് വരിക എന്നുള്ളത് അങ്ങനെ നമ്മൾ ആരും ഉദ്ദേശിച്ചാൽ നടക്കുന്ന വിഷയമല്ല. അവർക്കാർക്കും ഇത് സത്യമാണ് എന്ന് മനസ്സിലായിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. അതെല്ലാവർക്കും അറിയും. പിന്നെന്താ വരാത്തത്? വരാത്തതിന്റെ പിന്നിൽ അവർക്ക് ചില തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ ഉറച്ചു നിൽക്കുക. കുറെ ആളുകൾക്ക് കുടുംബം തടസ്സാണ്, വേറെ കുറെ ആളുകൾക്ക് അവരിപ്പോ നിൽക്കുന്ന സ്ഥാനമാനങ്ങൾ തടസ്സാണ്, വേറെ കുറെ ആളുകൾക്ക് ഉള്ള ചിന്ത മതം ഏതായാലും എന്താ, മനുഷ്യൻ നന്നായ പോലെ എന്ന ചിന്ത. അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. മതം ഏതായാലും കുഴപ്പമില്ല, മനുഷ്യൻ നന്നായാ മതി. മനുഷ്യൻ നന്നാകണമെങ്കിൽ നല്ല ദീൻ സ്വീകരിക്കണ്ടേ, അപ്പോഴല്ലേ നന്നാകുള്ളൂ. അല്ലെങ്കിൽ നന്നാകൂലല്ലോ, നന്നാകാൻ കഴിയൂലല്ലോ. യഥാർത്ഥത്തിലുള്ള ഹിദായത്തിന്റെ വഴി അല്ലാഹു തആല വിശദീകരിച്ച് പഠിപ്പിച്ചു കൊടുത്തു. ഈ പറഞ്ഞ ഹിദായത്തിന്റെ വഴി ഇന്നലെ നമ്മൾ ഓതിയ ഫഅമ്മാമൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ വഅമ്മാമൻ ബഖില വസ്തഗ്നാ വകദ്ദബ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ ഉസ്റാ. ആ 2 വഴികളാണ്. ഒന്ന് ഹിദായത്തിന്റെ വഴിയാണ് മുകളിൽ പറഞ്ഞത്. നല്ല മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ച് മുത്തഖിയായി തഖ്വയുള്ളവനായി ജീവിച്ച്
അള്ളാഹു നൽകുന്ന പ്രതിഫലത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് നല്ല നിലക്ക് ജീവിച്ച് സ്വർഗത്തിലേക്ക് എത്തുന്ന മനുഷ്യൻ, നല്ല വഴിയിലൂടെ സ്വർഗത്തിലേക്ക് എത്തുന്ന മനുഷ്യൻ. രണ്ടാമത് പറഞ്ഞത് ലുബ്ധ് കാണിച്ച് ഐശ്വര്യം നടിച്ച് അവൻ അള്ളാഹു നൽകുന്ന പ്രതിഫലത്തെ നിരാകരിച്ച് കളവാക്കി അത് സ്വീകരിക്കാതെ അങ്ങനെ ജീവിക്കുന്ന മനുഷ്യൻ, അവന് പ്രതിസന്ധിയിലേക്കാണ് അള്ളാഹു മാർഗം കാണിച്ചു കൊടുക്കുന്നത്. ദുനിയാവിലും ഖബറിലും ആഖിറത്തിലും എല്ലാ സ്ഥലത്തും ഓന് ഇടങ്ങേറാണ്. ഒരു സ്ഥലത്തും അവന് സന്തോഷം ഉണ്ടാകൂല. അതുകൊണ്ട് ആ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒറ്റക്ക് ആരും കുഫാറിനെ മറവ് ചെയ്ത സ്ഥലത്തു കൂടെ നടന്നു പോകരുത്. അവിടെ പേടിപ്പെടുത്തുന്ന രംഗങ്ങളൊക്കെ കാണാൻ പറ്റും. അത് തങ്ങൾ പറയാൻ കാരണം, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ ഒരു വൈകുന്നേര സമയത്ത് ഖലീബ് ബദറിലൂടെ അങ്ങനെ വരികയാണ്. ബദറിലെ പൊട്ടക്കിണർ, കിണറൊന്നും ഇവിടെ കാണാനില്ല, പൊട്ടക്കിണർ ഉണ്ടായിരുന്ന ആ സ്ഥലത്തൂടെ ഇങ്ങനെ വരികയാണ്. വരുമ്പോ മഹാനവറുകൾ വലിയ ഒരു രംഗം കണ്ടു, പേടിച്ചു പോകുന്ന രംഗം. ആ കിണറിന്റെ മുകൾ ഭാഗത്ത് നല്ല തടിയുള്ള ഒരു മനുഷ്യനെ ഇരുത്തിയിട്ടുണ്ട്. അയാളെ കഴുത്തില് ഒരു ചെങ്ങലുണ്ട്. ചെങ്ങല കൊണ്ട് അപ്പുറത്തുനിന്ന് ഒരാൾ അങ്ങനെ വലിക്കുന്നുണ്ട്. ഇയാൾ ഉള്ളിലേക്ക് പോകാൻ വിസമ്മതം കാണിക്കാണ്, പേരും വലിക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനത് കണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴേക്ക് എന്നെ വിളിച്ചു, യാ അബ്ദുല്ലാ ഇസ്ഖിനി എന്ന് പറഞ്ഞു. അബ്ദുല്ലാഹി ബിൻ ഉമറെ, കുറച്ച് വെള്ളം തരുമോ എന്നാ ചോദിക്കുന്നത്. കുറച്ച് വെള്ളം കുടിക്കാൻ തരുമോ? മഹാനവറുകള് ഈ രംഗം കണ്ട് വല്ലാത്തൊരു രംഗല്ലേ. അപ്പുറത്തൊരാള് ചെങ്ങല കഴുത്തിൽ കെട്ടിയിട്ട് അപ്പുറത്തൊരാള് വലിക്കുന്നതും കാണുന്നുണ്ട്. ഇരിക്കുന്ന ആളെ തടിയും ഇതൊക്കെ ശരിക്ക് കാണുന്നുണ്ട്. വലിക്കുന്ന ആളെ ഒരു രൂപം കാണുന്നുണ്ട്, വ്യക്തമാവുന്നില്ല. വെള്ളം തരുമോ എന്ന് ചോദിച്ചപ്പോഴേക്ക് വലിക്കുന്ന ആളാണ്, കാരണം ഭാഷ മാറിയതുപോലെ തോന്നുന്നുണ്ട്. ലാ തുസ്തിഹി, ലാ തുസ്തിഹി, വെള്ളം കൊടുക്കരുത്. ഫഇന്നഹു കാഫിറുൻ, ഇയാള് സത്യനിഷേധിയാണ്, കാഫിറാണ്, വെള്ളം കൊടുക്കരുത്. ഈ രണ്ടും മഹാനവറുകൾ കേട്ട് വല്ലാതെ പരിഭ്രമിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തെത്തിയപ്പോ തങ്ങൾ പറഞ്ഞു, ദാക അബൂജഹൽ ബിൻ ഹിഷാം, നിങ്ങൾ കണ്ട ആളില്ലേ, ആ തടിച്ച ആള്, കഴുത്തിൽ ചെങ്ങല കെട്ടി വലിക്കുന്ന ആള്, അത് അബൂജഹലാണ്. ഓന് ശിക്ഷ കിട്ടാണ്, താങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് പുറത്തു വന്നത്. ബദറിന്റെ പൊട്ടക്കിണറ്റിന്റെ ഉള്ളിൽ നിന്ന് ശിക്ഷ, കടുത്ത ശിക്ഷ ലഭിക്കാൻ എത്ര ദാഹമുണ്ടാകും, എത്ര ക്ഷീണുണ്ടാകും, എത്ര വിശപ്പുണ്ടാകും. എന്നിട്ട് നിങ്ങൾ ഉത്തരം ചെയ്തോന്ന് വെച്ചാൽ ഞാൻ ഉത്തരം ചെയ്തില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഒറ്റക്ക് അസമയത്ത് ആരും കുഫാറിന്റെ മഖ്ബറയിലൂടെ പോകാൻ പാടില്ല. ശിക്ഷിക്കപ്പെടുന്ന വിവിധ രംഗങ്ങൾ കണ്ടേക്കും. ഒരുപക്ഷെ നമ്മളെ മനസ്സ് താളം തെറ്റണ്ടെന്ന് എഴുതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതാണ്. മുഅ്മിനീങ്ങളെ മഖ്ബറയിലൂടെ അങ്ങനെ വിഷയമൊന്നും ഉണ്ടാകൂല, അത് പുറത്തങ്ങനെ കാണാൻ പറ്റൂല. നല്ലവരുള്ളത് കൊണ്ട് മറ്റുള്ളവരെ ശിക്ഷയും മറച്ചു വെക്കും. ചിലപ്പോ ചില ശിക്ഷയും വെളിവായി വരും. ഇബ്നു ഹജർ ലൈത്തമി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അത് അത്തരത്തിൽ കേൾക്കാൻ കേൾപ്പുള്ള ആളുകളാകുമ്പോൾ വിഷയം ഉണ്ടാകൂല, അല്ലാത്തവര് പതറിപ്പോകും. ഖബറിന്റെ ഉള്ളിൽ നിന്ന് ശിക്ഷിക്കപ്പെടുന്നതിന്റെ ഒരു രൂപം, ഒറ്റ രൂപം കണ്ടാ മതി, പിന്നെ മനുഷ്യന്മാരാരും ജീവിക്കാൻ ആഗ്രഹിക്കൂല. അത്രയും കടുപ്പമേറിയ ശിക്ഷയല്ലേ ആ ഖബറിലുള്ളത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് അവർക്കുള്ള ശിക്ഷ പുറത്തേക്കും വെളിവാകും. അതുകൊണ്ട് അങ്ങനെ പോകരുത്. ഈ ശിക്ഷ ചില ആളുകളൊക്കെ പല രൂപത്തിലും കാണും. അപ്പൊ പിന്നെ ചില ആൾക്കാരെ ബുദ്ധി മറിയും, ഭ്രാന്തായി പോകും, ചിലർക്ക് മാനസിക രോഗമായി പോകും, സമനില തെറ്റിപ്പോകും. അസമയത്ത് പോകുമ്പോൾ തന്നെ നമ്മൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. ഇപ്പൊ ചില ആൾക്കാരെ വീട്ടിലേക്കൊന്നും അല്ലാത്ത വഴിയില്ല എന്ന് പറയും. അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ റബ്ബിൻ നാസ്, എന്നാ പിന്നെ പ്രശ്നം ഉണ്ടാകൂല. ഒരു കാവൽ നമ്മൾ സ്വീകരിച്ചല്ലോ.
ശിക്ഷ കാണും, അങ്ങനെ പുറത്ത് കാണും. എത്രയോ സംഭവങ്ങൾ അങ്ങനെ കാണാം, ചരിത്ര ഗ്രന്ഥങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അല്ലാത്തവർ തന്നെ ഉണ്ട്. മുസ്ലിങ്ങളായി നടന്ന ആൾക്കാരെ ശിക്ഷ തന്നെ മരിക്കുന്ന സമയത്ത് കോലം മാറിയത് എത്ര ഉണ്ട്. മരിക്കുന്ന സമയത്ത് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ നോക്കിയ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരും എത്ര വലിയ അമല. ഒരു മനുഷ്യൻ അയാളെ കോലം മാറിയെന്ന് മാത്രല്ല, പിന്നെ അയാളെ മറവ് ചെയ്യാൻ വേണ്ടി ഇനി ഏതായാലും മാറിയില്ല, ഇനി കോലം മാറ്റാനൊന്നും കഴിയൂലല്ലോ, അങ്ങനെ കെട്ടി ഭദ്രാക്കിയിട്ട് കുളിപ്പിച്ച് മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ ഏത് ഖബർ കുഴിച്ചാലും അതിലൊക്കെ കടിക്കാൻ പറ്റുന്ന, കടിച്ചു വലിക്കാൻ പറ്റുന്ന ഒരു ജീവി, പൂച്ചയെക്കാളും കുറച്ച് ഉയരല്ലേ. അപ്പൊ അന്നത്തെ കാലത്ത് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. മഹാനവറുകളോട് പോയി പറഞ്ഞപ്പോ മഹാനവറുകൾ പറഞ്ഞു, ഭൂമി മൊത്തം നിങ്ങൾ കുഴിക്കുകയാണെങ്കിലും അത് കാണും. ഭൂമിയിൽ നിങ്ങൾ എവിടെ കുഴിച്ചാലും അത് കാണും. അത് ആ മനുഷ്യനിൽ എന്തോ ഒരു ദുസ്വഭാവം ഉണ്ട്, അള്ള പൊറുക്കപ്പെടാത്തൊരു വിഷയമുണ്ട്. അതുകൊണ്ടാണ് പിന്നെ അന്വേഷിച്ചു നോക്കുമ്പോഴാ മനസ്സിലായത് കാന യസുബ്ബു സ്വഹാബ, അയാൾ സ്വഹാബത്തിനെ ചീത്ത പറയുന്ന ആളായിരുന്നു. സ്വഹാബത്തിനെ ചീത്ത പറയുന്നത് കൊണ്ടാണ് ഈ കടുപ്പമേറിയ രൂപം മരിച്ചിട്ടും കണ്ടു, ഖബറിലും കണ്ടു. നിങ്ങൾ ആലോചിച്ച് നോക്കി, മനുഷ്യന്റെ കോലം മരിച്ചിട്ട് മാറിയാൽ എന്തായിരിക്കും അവസ്ഥ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതൊക്കെ ഈ ഉമ്മത്തിലും ഇനി വരാനുള്ള അവസ്ഥയാണ്. ഈ ഉമ്മത്തിലുണ്ടല്ലോ ഹസ്ഫും മസ്ഹൊക്കെ വരാണ്ട്, ഭൂമി വിഴുങ്ങുന്ന അവസ്ഥയും കോലം മറിയുന്ന അവസ്ഥയും ഈ ഉമ്മത്തിലും വരും. എപ്പോഴാന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ചെറിയ കാരണങ്ങളൊക്കെ വന്നു. ഇദാ ഉഹില്ലൽ ഖംറു, കള്ള് അനുവദിക്കപ്പെട്ടാൽ എല്ലാവരും അത് ഒരു പ്രശ്നമാക്കാതെ മാറി. എങ്ങനെ നബിയെ കള്ള് പോലെ ഹലാലാക്ക എന്ന് സ്വഹാബത്ത് ചോദിച്ചു. ഈ ഉമ്മത്ത് എങ്ങനെ കള്ള് ഹലാലാക്കും? ഖുർആനിൽ ഇത്രയും അതിന്റെ ദൂഷ്യവശങ്ങളൊക്കെ വിശദീകരിച്ചിട്ടും എങ്ങനെ അവർ കള്ള് കുടിക്കുന്നു ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സയുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ, വേറെ പല പേരും പറഞ്ഞിട്ട് അവർ എന്നാലും കുടിക്കുന്നു. ഇത് ഖുർആനാ പറഞ്ഞ ഖംറല്ലത്, ഇത് ആൽക്കഹോളാണ്, ഇതിന്റെ പേര് മാറ്റം. ഇത് നിങ്ങളാ പറഞ്ഞാൽ അത് വിസ്കിയാണ്, അല്ലെ ബ്രാൻഡിയാണ്, അല്ലെ ഇനി എന്താ പേര് പറഞ്ഞിട്ട്? അതേപോലെ പേരുകളൊക്കെ കുറെ പേരുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ പേരുകൾ അങ്ങനെ ഇറങ്ങുന്നുണ്ട്. മൂത്രം വരെ, മൂത്രത്തിൽ നിന്ന് വരെ കള്ള് കണ്ടെടുക്കപ്പെടുകയാണ്. മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് അങ്ങനത്തെ കള്ളാന്നാ പറഞ്ഞത്. വിദേശത്ത് ഒരു രാഷ്ട്രത്തിൽ 50,000 ആളുകളുടെ ഒരു ഫംഗ്ഷൻ നടന്നപ്പോ അവിടെയുള്ള കുറച്ച് ആളുകൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കി. അവർക്കൊക്കെ സൗകര്യം ഏർപ്പെടുത്തിയ സ്ഥലത്ത് അവരിൽ മൂത്രയിച്ചു പോയ മൂത്രങ്ങളൊക്കെ ഇവർ ശേഖരിച്ചു. എന്നിട്ട് അത് ഉപയോഗപ്പെടുത്തിയിട്ട് 1-ാം നമ്പർ ബീർ പുറത്തിറക്കി. അപ്പോ ഈ വിൽപ്പനക്കാര് പറയുന്നത് അത്ര പെട്ടെന്ന് ചെലവായ ഒരു ബീർ ഉണ്ടായിട്ടില്ല. എത്ര വേഗത്തിലാ നിങ്ങൾ നോക്കും മനുഷ്യന്മാരുടെ അധപ്പതനം. മൂത്രം ഒഴിച്ചതിൽ നിന്ന് കള്ളുണ്ടാക്കിയിട്ട് അത് വിൽപ്പന നടത്തിയപ്പോ അത്രയും പെട്ടെന്ന് അത് ചെലവായി, കുടിച്ചുപോയി. ഒരൊറ്റ കുപ്പിയും ബാക്കിയില്ലാത്ത വിധ ആൾക്കാർ വാങ്ങിപ്പോയി. അപ്പൊ ഇത് ഹലാലാക്കുന്ന ഒരവസ്ഥ. അതേ രൂപത്തിൽ തന്നെ ആ കള്ളിനോട് അനുബന്ധമായിട്ട് പറഞ്ഞ മറ്റൊന്നാണ് വലഹമുൽ ഖിൻസീരി, പന്നിമാംസവും. നല്ല ടേസ്റ്റാന്ന് ആൾക്കാരൊക്കെ, കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നു ടേസ്റ്റാണ്. തിന്നോക്കാതെ എങ്ങനെ ടേസ്റ്റ് തിരിഞ്ഞത് നമുക്കറിയില്ല. ആ കള്ളുടിക്കണൊക്കെ നല്ല ടേസ്റ്റാന്ന് പറയും ചിലതൊക്കെ. വാസന അല്ലാതെ വേവിച്ചു കഴിഞ്ഞാല് കൊഴുപ്പ് കൂടുതലുള്ള മാംസാണല്ലോ, നെയ്യാണല്ലോ കൂടുതൽ. അതാണ് അടിയൊന്നും അതിനെ ഏൽക്കാത്തത്. അപ്പൊ നെയ്യ് കൂടുതലുള്ള മാംസത്തിന് പൊതുവെ ടേസ്റ്റ് കൂടും. ഇസ്ലാം അത് ഭക്ഷിക്കൽ ഹറാമാക്കിയത് നെയ്യ് കൂടിയിട്ടോ അല്ലെങ്കിൽ വേറെന്തോ ഉണ്ടായിട്ടല്ല. ആ ജീവി പൊതുവെ
നജസുമായിട്ട് സദാ ബന്ധപ്പെടുകയും കിട്ടുന്ന നജസൊക്കെ എപ്പോഴും കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന, അത് തന്നെ തൊഴിലാക്കിയ പതിവാക്കിയ ഒരു ജീവിയാണല്ലോ. അതുകൊണ്ടാണ് ഉലമാക്കളിൽപ്പെട്ട ഒരു വിഭാഗം ആൾക്കാർ ഈ കോഴി അത് ഇങ്ങനെ കാഷ്ടം കൊത്തി തിന്നുന്നതായതുകൊണ്ട് അത് കഴിക്കൽ കറാഹത്താന്ന് പറഞ്ഞു. അങ്ങനെ അഭിപ്രായപ്പെട്ട നജസ് കൊത്തി തിന്നുകൊണ്ട് കറാഹത്താണ് അങ്ങനെ അഭിപ്രായമുണ്ട് ഉലമാഇന്. ഇനിയിപ്പോൾ അങ്ങനെ തിന്നേതിയിട്ട് തിന്നു വന്നാലും കൂടി അതിന്റെ തോബ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഹലാലായ ജീവികളിൽ പെട്ടതാണ് ഭക്ഷിക്കല്. പക്ഷെ ഇതൊക്കെ ആളുകൾ ഹലാലായി കാണുമ്പോ മാത്രല്ല, മൂന്നാമത് ആ ഹദീസിൽ പറഞ്ഞ ഒന്ന്, ഈ ഉമ്മത്തിൽ ആണും പെണ്ണും നൃത്തം ചെയ്യുന്ന, സംഗീതം അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ ഏറി വരും. പുരുഷന്മാരും സ്ത്രീകളും അഭിനയിക്കാനും സംഗീതം നടത്താനും അതുപോലെ തന്നെ പാട്ടുപാടാനും അതിനനുസരിച്ച് കുലുങ്ങാനൊക്കെ എല്ലാവർക്കും ഇപ്പൊ എല്ലാ ചാൻസും ഹലാലായ രൂപമാണ് ഇപ്പൊ കാണുന്നത്. മുമ്പൊക്കെ മുസ്ലിം സ്ത്രീകളെയും കുറച്ചൊക്കെ ഒരു മറ്റുള്ള ആൾക്കാരെ അതിൽ കാണൂലായിരുന്നു. ഇപ്പൊ ആളുകളൊക്കെ അതിന്റെ പിന്നിൽ അത് കുഴപ്പമില്ല എന്നുള്ള നിലക്ക് കൂടിക്ക. മിശ്രികള് നമ്മളെ നാട്ടിലുണ്ട്, മിശ്രികളൊന്നുമല്ല. അപ്പൊ ഈ കുറെ കേസറ്റ് ഇറക്കലുണ്ടല്ലോ, ആ കേസറ്റ് കണ്ട കുടുംബത്തിലെ കലഹമൊക്കെ മാറുന്നാ പറയുന്നത്. എടോ പരസ്യം കാണല്ല, അങ്ങനെ നമ്മളിപ്പോ ആ കേസറ്റ് കണ്ടോക്കിയില്ല. അതിലഭിനയിക്കുന്ന ആളുകൾ മുഴുവനും ആരാ നിങ്ങൾ നോക്ക്? മുസ്ലിം സ്ത്രീകളല്ലേ പാട്ട് പാടുന്നതോ അഭിനയിക്കുന്നതോ, പ്രായഭേദമന്യേ എല്ലാവരും ഇല്ലേ? ഇതൊക്കെ അങ്ങോട്ട് ആളുകൾ ഹലാലായി കാണുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയാൽ ഖസ്ഫും മസ്ഖും ഉണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒന്നാണ്. ഒരു ഹദീസിൽ കാണാം, കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം, ഇപ്പൊ നാട്ടിൽ കളി കയറിയല്ലോ, കളിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗം അവരങ്ങനെ തന്നെ ഭൂമിന്റെ അടിയിലേക്ക് പോയി. അവരെ പറ്റിയുള്ള വർത്തമാനങ്ങളൊക്കെ നാട്ടിൽ നടക്കുമ്പോൾ അതേ ഒരവസ്ഥ വേറൊരു നാട്ടിൽ. 24 മണിക്കൂറും ഇപ്പൊ കളിയാണല്ലോ മുസ്ലിം ചെറുപ്പക്കാർക്ക് പണി. നോമ്പും നിസ്കാരമൊക്കെ കണക്കന്നെ കളി. അതിനുവേണ്ടി ക്യാഷ് ചെലവഴിക്കുക നല്ലോണം. എന്നിട്ട് അതൊന്ന് ആളുകളോട് പറയാം, ഞാനും അവിടെ കളിച്ചിട്ടുണ്ട്, 2500 റുപ്യ ഞാൻ കൊടുത്ത് കളിച്ചത്, വലിയ ഭാഗ്യമായി പോയി അവിടെ കളിച്ചത്. രാവും പകലും ഫുൾ ടൈം. അപ്പൊ ഹദീസിൽ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ അവരങ്ങനെ ഭൂമിന്റെ അടിയിലേക്ക് പോയി. അവരെ പറ്റി വാർത്ത അങ്ങനെ പറഞ്ഞത് മാറുന്നതിന്റെ മുമ്പ് വേറൊരു വാർത്ത അങ്ങനെ ഉണ്ടായി. അങ്ങനെ നാട് നീളെ ആവർത്തിക്കപ്പെടുന്ന ഒരു സംഭവങ്ങളായിട്ട് ഇതൊക്കെ വരും എന്നതിന്റെ തെളിവായിട്ടാണ് സഹോദരങ്ങളെ നമ്മൾ ഈ കാണുന്ന കാഴ്ചപ്പാടുകളൊക്കെ. നമ്മൾ നന്നാകാനും നല്ല നിലക്ക് പോകാനുമാണ് ഈ അടയാളങ്ങളൊക്കെ വിശദീകരിക്കുന്നത്, വെറുതെ അല്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിൽ അങ്ങനെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനാണ്. അതാണ് നല്ല വഴിയും അപകടത്തിന്റെ വഴിയും രണ്ടും വിശദീകരിച്ചു തരുന്നത്. ഇന്ന അലൈന ലൽ ഹുദാ, നേർവഴി വിശദീകരിച്ചു തരാന്നുള്ളത് നമ്മുടെ മേൽ കടമയുള്ള വിഷയമാണ്. അള്ളാഹു പറയുന്നു, നമ്മളത് നിർവഹിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളെല്ലാരും കൂടിയും വിശ്വസിച്ചു അല്ലെങ്കിൽ വിശ്വസിച്ചില്ല, ഒന്നും അല്ലാഹു തആലാക്ക് വരാനില്ല. വ ഇന്ന ലനാ ലൽ ആഖിറത വൽ ഊലാ, അല്ലാഹു പറയുന്നു വ ഇന്ന ലനാ ലൽ ആഖിറ, പരലോകം എന്നുള്ളത് നമുക്ക് അവകാശമുള്ളതാ, അള്ളാന്റെ അവകാശത്തിലല്ലേ. വൽ ഊല, ആദ്യ ലോകം എന്ന് പറയുന്ന ദുനിയാവും, ഇത് രണ്ടും അല്ലാഹു തആലാക്ക് അവകാശപ്പെട്ടതാണ്. ഈ രണ്ട് ലോകത്തും എങ്ങനെയാണ് നിയന്ത്രിക്കാനുള്ള ചുമതല അള്ളാഹ്ക്ക് മാത്രമാണ്, വേറെ ആർക്കില്ല. നിയന്ത്രണത്തിന്റെ അധികാരം അള്ളാഹ് ഉദ്ദേശിച്ചതുപോലെ നടക്കും എന്നതല്ലാതെ വേറെ ആരും നിശ്ചയിച്ചതുപോലെ നടക്കൂല. അതുകൊണ്ട് ആ ആയത്തിന്റെ തഫ്സീറിൽ ദുന്യാവിലും ആഖിറത്തിലും മൊത്തം നമ്മുടെ അവകാശമാണ്. നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ ഇവിടെ ഒന്നും വരാനില്ല എന്നാണ്. നിങ്ങൾ ആരും വിശ്വസിച്ചില്ല എന്ന് കുട്ടിയോട്, അല്ലാഹു തആലാക്കൊന്നും വരാനില്ല. വ ഇന്ന ലനാ ലൽ ആഖിറത വൽ ഊലാ,
പരലോകവും അതുപോലെ തന്നെ ദുനിയാവും നമുക്ക് അവകാശപ്പെട്ടതാണ്, വേറെ ആർക്കുള്ളതല്ല. എന്നിട്ട് ഒരു മുന്നറിയിപ്പ്, ഫഅൻദർതുകും നാറൻ തലല്ലാ ലാ യസ്ലാഹാ ഇല്ലൽ അഷ്ഖല്ലദീ കദ്ദബ വതവല്ലാ. ഫഅൻദർതുകും, നിങ്ങൾക്ക് ഞാൻ മുന്നറിയിപ്പ് തരുന്നു. അല്ലാഹു പറയാണ്, ഫഅൻദർതുകും, നിങ്ങൾക്ക് ഞാൻ മുന്നറിയിപ്പ് തരുന്നു. നാരൻ, നരകത്തെപ്പറ്റി. ആ നരകത്തിന്റെ സ്വഭാവം തലല്ലാ, അതങ്ങനെ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്നു. സദാ നരകം കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുകയാണ്. കെട്ടുപോകുന്ന അവസ്ഥയില്ല, എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന നരകമാണ്. ആ നരകത്തെ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ലാ യസ്ലാഹാ, ആ നരകത്തിൽ പ്രവേശിക്കുകയില്ല. ഇല്ലൽ അഷ്ഖാ, പരാജിതനല്ലാതെ നരകത്തിൽ പ്രവേശിക്കുകയില്ല. അല്ലദീ കദ്ദബ വതവല്ലാ, ആ പരാജിതന്റെ സ്വഭാവം അല്ലദീ കദ്ദബ, അവൻ കളവാക്കിയിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞതിനെ കേട്ടിട്ടില്ല, ഹക്ക് സ്വീകരിച്ചിട്ടില്ല. വതവല്ല, അല്ലാഹു പറഞ്ഞത് കേട്ട് അനുസരിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടുമുണ്ട്. ഈ പിന്തിരിഞ്ഞ ഹതഭാഗ്യനായ പരാജിതന് അല്ലാഹു തആല കൊടുക്കുന്നതാണ് നരകം. ആ നരകത്തിന്റെ സ്വഭാവം പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മഗ്രിബ് നിസ്കാരത്തിൽ വല്ലൈലി ഇദാ യഗ്ശാ എന്ന സൂറത്ത് ഓതി. ഈ ഭാഗമെത്തിയപ്പോ ഫഅൻദർതുകും നാറൻ തലല്ലാ എന്ന ഭാഗമെത്തിയപ്പോ മഹാനവർകൾ കരഞ്ഞു. കരച്ചിൽ നിയന്ത്രിക്കാൻ കഴിയാതെ, കരച്ചിലൊരു നിലക്കും ക്ഷമിക്കാതെ വന്നപ്പോ ആ സൂറത്ത് ഒഴിവാക്കിയിട്ട് വേറെ ഒരു സൂറത്ത് ഓതി. കാരണം ഇത് ഓതാൻ തുടങ്ങുമ്പോഴേക്ക് വീണ്ടും വീണ്ടും കരച്ചിൽ വരികയാണ്. ഫഅൻദർതുകും നാറൻ തലല്ലാ. അല്ലാഹു തആല പറയുന്ന നരകം നോക്ക് നിങ്ങൾ. ഇവിടെ അങ്ങനത്തെ ഒരു തീ നമ്മൾ കാണൂലല്ലോ, സദാ കത്തുന്ന തീയാണ്, സദാ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന നരകം, തീജ്വാലകൾ പെരുത്തുള്ള നരകം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ നരകത്തിൽ പ്രവേശിക്കൂല ഇല്ലൽ അഷ്ഖാ, പരാജിതനല്ലാതെ. ഈ ആയത്ത് തെളിവെടുത്ത് ചില ആൾക്കാർ പറഞ്ഞു, കാഫിരീങ്ങൾ മാത്രമേ നരകത്ത് പോകുള്ളൂ, കാരണം അള്ളാഹു പരാജിതൻ എന്നാണല്ലോ പറഞ്ഞത്. മഹാന്മാരായ ഖുർആൻ പണ്ഡിതന്മാർ പറഞ്ഞു, അല്ല. കാരണം മുസ്ലിങ്ങളെ കൂട്ടത്തിൽ നടന്ന ഒരു വിഭാഗമല്ലേ മുനാഫിക്കുകൾ, അവർക്കുണ്ടല്ലോ നരകം. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ എന്ന് അള്ളാഹു പറഞ്ഞില്ലേ. അപ്പൊ കാഫിരീങ്ങൾ മാത്രമൊന്നല്ല നരകത്ത് പോവുക, മുനാഫിഖീങ്ങളും പോകും. വിശ്വാസം ശരിയാകാതെ കർമ്മരംഗത്ത് മാത്രം വെളിവാക്കി നിന്ന ആളുകൾ, കപടന്മാര്, അവർക്കും അള്ളാഹു നരകം കൊടുത്തു എന്ന് മാത്രല്ല, ഏറ്റവും ശക്തിയുള്ള നരകവൽക്ക. കാഫിരീങ്ങളൊക്കെ പോലെ മേലെ നരകത്തിന്റെ അടിത്തട്ട് എന്ന് പറയുമ്പോ എല്ലാം ഏറ്റവും ചൂടേറിയ രൂപത്തിലുള്ള തട്ടാണല്ലോ അടിത്തട്ട്. ഒരു കാലത്തും രക്ഷപ്പെടാൻ ഒരു ചാൻസും ഇല്ലാതെ അടിത്തട്ടിൽ അള്ളാഹു കൊണ്ടുപോയിടുന്നത് മുനാഫിക്കുകളെയാണ്. ഈമാന് വേണ്ട രൂപത്തിൽ മനസ്സിലില്ലാത്ത ആളുകൾ, കർമ്മൊക്കെ ഉണ്ടെങ്കിലും ഈമാനില്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേണ്ട വിധം വിശ്വസിക്കാൻ അവർ മുന്നോട്ട് വരില്ല. ഒരു ദൂതനാണ്, അങ്ങനെ ജനങ്ങൾക്കൊക്കെ സന്ദേശം അറിയിക്കുന്ന ആളാണ് എന്നതിലപ്പുറം അള്ളാഹു നൽകിയ ഒരു ബഹുമാനങ്ങളും ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ടാണ് മദീനയിൽ ജീവിച്ചിരുന്ന അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സലൂൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കുന്ന വർത്തമാനം പറഞ്ഞപ്പോ കുടുംബക്കാരൊക്കെ പറഞ്ഞു, ആ പറഞ്ഞത് മോശമാണ്, നിങ്ങൾ പോയിട്ട് പൊരുത്തപ്പെടിക്കണം. നിങ്ങൾ പോയി പൊരുത്തപ്പെടിക്കുമ്പോ നബി തങ്ങൾ നിങ്ങൾക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലി വിഷയം പുറത്തു തരും. അപ്പൊ അയാള് പറഞ്ഞു, അതിനെന്നെ കിട്ടൂലെന്ന്. വിശ്വസിക്കാൻ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചു, നിസ്കരിക്കാൻ പറഞ്ഞപ്പോ ഞാൻ നിസ്കരിച്ചു,
സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞപ്പോൾ സക്കാത്ത് കൊടുത്തു. ഇനിയിപ്പോ മുഹമ്മദ് നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യലാണ് പിന്നീട് ബാക്കിയുള്ള വിഷയം, അതിന് തന്നെ കിട്ടൂലെന്ന്. ഇസ്തിഗ്ഫാർ സുജൂദല്ലല്ലോ. അപ്പൊ നിങ്ങൾ നോക്ക്, അത് അങ്ങേയറ്റത്തൊരു ബഹുമാനായതുകൊണ്ട് അത് നൽകാൻ കഴിയൂല എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം. സുജൂദ് വലിയൊരു ബഹുമാനല്ലേ. അപ്പൊ അങ്ങനെ ഒരു ഇസ്തിഗ്ഫാർ പോയി ചോദിക്കാനോ ഒന്നും എനിക്ക് കഴിയൂല, ഞാൻ അതിനിട്ട് പോകൂല എന്നാണ് പറഞ്ഞു. ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞ് കുറഞ്ഞ ദിവസങ്ങളെ അയാൾ താമസിച്ചുള്ളപ്പോഴേക്കും മരിച്ചുപോയി. അവ നേർക്കൊന്ന് പൊരുത്തപ്പെടിക്കാനോ നിബിധങ്ങളിൽ നിന്ന് ഇസ്തിഗ്ഫാർ വാങ്ങാനോ അയാൾക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ പരാജിതരായ ആളുകൾ എന്നതിൽ നിഷേധികൾ മാത്രമല്ല, കപടന്മാരും ഉണ്ട്. അതേപോലെ തന്നെ ദോഷികളായ മുഅ്മിനീങ്ങളും ഉണ്ട്. ദോഷം അമല് കൊണ്ടോ തൗബ കൊണ്ടോ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവരും കടക്കുന്നൊരു നരകമുണ്ടല്ലോ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാ നരകത്തിന്റെയും സ്വഭാവമാണ് ഇവിടെ പറഞ്ഞ്. ഒറ്റ നരകത്തിന്റെ എല്ലാ നരകത്തിന്റെയും ഫാന്തർത്തുക്കും നാറൻ തലല്ലാ, എല്ലാ നരകത്തിനുണ്ട് ആ സ്വഭാവം, കത്തിജ്വലിക്കുന്ന നരകം. നരകം കാലിയായി കഴിഞ്ഞാൽ, പിന്നെ ഒരു തട്ട് കാലിയായി കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ ജിർജീർ മുളക്കുന്നൊക്കെ ഉണ്ട് ഹദീസിൽ. അവിടെ പിന്നെ ശിക്ഷിക്കാൻ ആളുണ്ടാവില്ലല്ലോ. ദോഷികളായ മുവഹിദുകൾ അതിൽ നിന്ന് പോയാൽ അത് കാലിയായി. ജഹന്നം എന്ന ഒന്നാം തട്ട് കാലിയായി, പിന്നെ അവിടെ ശൂന്യ. പക്ഷെ ബാക്കി തട്ടുകളൊക്കെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനി ഒരു കാലത്തും ആ ശിക്ഷയിൽ നിന്ന് മാറ്റല്ല, എപ്പോഴും അങ്ങനെ തന്നെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക. എത്ര വലിയ ദുർഗതിയാണ്. അപ്പൊ മുന്നറിയിപ്പ് നൽകുന്ന വിഷയം നരകത്തെ പറ്റിയാണ്. ഫാന്തർത്തുക്കും നാറൻ തലല്ലാ ലാ യസ്ലാഹാ ഇല്ലൽ അഷ്ഖാ, പരാജിതരല്ലാതെ ആ നരകത്തിലേക്ക് പ്രവേശിക്കുകയില്ല. അള്ളാഹുവിന്റെ തീരുമാനത്തിൽ ആരാണോ ഷഖീ, അവരാണ് ആ നരകത്തിൽ പ്രവേശിക്കുന്ന ആള്. ഇവിടെ അടയാളം പറഞ്ഞത് അല്ലദീ കദ്ദബ വതവല്ല, സത്യം ഹക്ക് കളവാക്കി. മുർസലീങ്ങൾ കൊണ്ടുവന്ന സത്യം അത് വിശ്വസിച്ചില്ല, അത് കളവാക്കി. അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന്, വിശ്വസിക്കുന്നതിൽ നിന്ന്, നബിതങ്ങളെ വിശ്വസിക്കുന്നതിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു മാറിക്കളഞ്ഞു. അങ്ങനെയുള്ള ആളുകൾ അവര് നരകത്തിൽ പ്രവേശിക്കും. സഹോദരങ്ങളെ, ഇത് മാനസികമായിട്ട് ഉള്ള വിശ്വാസത്തിന്റെ കുറവാണ് ഇവിടെ പറഞ്ഞത്. ബാഹ്യാർത്ഥത്തിൽ ഒരാൾ കളവ് പറഞ്ഞു എന്നതല്ല ഇവിടെ കൂട്ടുന്നത്. പക്ഷേ ബാഹ്യാർത്ഥത്തിലുള്ള കളവും ഒരനുസരണക്കേടാണ്. കളവ് പറയാന്നുള്ളത് മനസ്സിന്റെ ഉള്ളിലുള്ള കളവാക്കലാണ്. അല്ലദീ കദ്ദബ വതവല്ല, സത്യം നിരാകരിച്ചു, സമ്മതിക്കാൻ കഴിയൂല. എത്ര ഓതി കൊടുത്താലും വിശ്വസിക്കാൻ കഴിയൂല. അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും അങ്ങനെ സ്വീകരിക്കൂ. ആലോചിക്കട്ടെ എന്ന് പറയും. മക്കക്കാര് എത്ര ദൃഷ്ടാന്തം കണ്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മുഅ്ജിസത്ത് കണ്ടതിന് കയ്യും കണക്കില്ല. പക്ഷേ എന്താ പിന്നെ അവരെ വിശ്വസിക്കാത്തത്? എന്താണ്? മാനസികമായിട്ടത് തള്ളിക്കളഞ്ഞു. അല്ലദീ കദ്ദബ വതവല്ല, അത് സ്വീകരിക്കാൻ ഒരു നിലക്കും മുന്നോട്ട് വരൂല, അനുസരണക്കേട് കാണിച്ചു. അങ്ങനെ വിശ്വാസരംഗത്ത് നിന്ന് വ്യതിചലിച്ച പരാജിതർ, ആ പരാജിതരാണ് ഈ നരകത്തിൽ കടക്കാനുള്ളത്. അവരുടെ സ്വഭാവം അല്ലാഹു തആല പറഞ്ഞത് സത്യം ഉൾക്കൊള്ളുകയില്ല എന്നാണ്. അതിൽ മുനാഫിക്കുകളും ഉണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന ഹദീസ് പ്രകാരം അസ്ഹാബുൽ ബിദഅ കിലാബുന്നാർ, ഒരു നരകത്തിലാണ്. ബിദ്അത്തുകാർക്ക് എവിടെ കുഴപ്പം? വിശ്വാസരംഗത്ത് വലിയ കുഴപ്പമാണ്. ഏത് തരം ബിദ്അത്തുകാരാണെങ്കിലും വിശ്വാസരംഗത്ത് വലിയ വൈകല്യമാണ് അവർക്ക്. അവര് കിലാബുന്നാർ, നരകത്തിലെ കൽബുകളാണ് എന്നാണ് പറഞ്ഞത്. അല്ല, അവിടെ നിന്ന് ഇങ്ങനെ പെരും കൊര കുറക്കുന്നു. ഇവിടുന്ന് കുറച്ചിനേക്കാളും വലിയ കൊര. അവർക്കുള്ള കുഴപ്പം അവിടെയാണ്. കർമ്മരംഗത്തൊന്നും ഒരു പക്ഷേ കുഴപ്പമുണ്ടാകൂല. നമ്മളെക്കാളും ഹൈ പവർ ഡീസന്റിലായിരിക്കും. പള്ളിക്കൽ പോയിട്ടല്ലാതെ, ജമാഅത്തായിട്ടല്ലാതെ, ഇമാമിന്റെ നേരെ പിന്നിൽ നിന്നിട്ടല്ലാതെ, വേണ്ടും പണിച്ചുവെങ്കിലും പിന്നിൽ നിന്നിട്ടല്ലാതെ നിസ്കരിച്ച് ശീലം ഉണ്ടാകൂല. പക്ഷേ വിശ്വസിക്കാൻ കഴിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മളൊക്കെ വിശ്വസിച്ചത് കടന്ന വിശ്വാസമാണെന്നും കുറച്ച് വിശ്വാസം ഏറിപ്പോയി എന്നും അവർ വിലയിരുത്തുന്നു. വിദേഹത്തുകാർ മൊത്തം വിലയിരുത്തുന്ന അങ്ങനെയാണ്. നമ്മളെ വിശ്വാസം ഏറിപ്പോയി. എന്താ നമ്മളെ വിശ്വാസം ഏറിപ്പോയി എന്ന് പറയാൻ കാരണം?
നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്ന സ്വലാത്ത് ഹൽക്കയും മദുഹും ഇതൊക്കെ അവർ കാരണാക്കുന്നു. വേറൊക്കെ പറ്റും, പക്ഷെ മദ്ഹ് പറ്റൂല. ഈ സ്വലാത്ത് പറ്റൂല, നബി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകൽ പറ്റൂല. അതൊക്കെ കുറച്ച് കടന്ന വിശ്വാസം. വലിയ പണ്ഡിതനായ ഇബ്നു തൈമിയ്യ പോലും ളാല്ലും മുളില്ലും മാറാനുള്ള കാരണം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് നിഷേധിച്ചു എന്നതുകൊണ്ടല്ലേ. ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞല്ലോ, മിൻ അബ്ശൈൽ മസായിലിൽ മൻഖൂലത്തി അൻ ഇബ്നു തൈമിയ്യ, ഇബ്നു തൈമിയ്യയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന വളരെ നീചമായ നികൃഷ്ടമായ വിഷയങ്ങളിൽപ്പെട്ടതാണ് ഖബർ സിയാറത്ത് നിഷേധിച്ചു എന്നുള്ളത്. നബിതങ്ങളെ സിയാറത്ത് പറ്റൂല എന്നാണ് പറഞ്ഞത്. തെറ്റാണ്, നിഷിദ്ധമാണ്, അങ്ങനെ പോകാൻ പാടില്ല. അതിന് ഒരു ഹദീത്ത് വളച്ചൊടിക്കുകയും ചെയ്തു, ലാ തുശദ്ദുർ റിഹാലു ഇല്ലാ ഇലാ സലാസത്തി മസാജിദ്, 3 പള്ളികളിലേക്കല്ലാതെ വാഹനം സംഘടിപ്പിച്ച് പോകാൻ പാടില്ല എന്ന ഹദീത്ത്. അത് ഹദീത്ത് കേട്ടാൽ തന്നെ ആരും വിശ്വസിക്കൂല. കാരണം എല്ലാ ശനിയാഴ്ചയും ഈ ഹദീഫ് ലോകത്തോട് പറയുന്നത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമല്ലേ. എല്ലാ ശനിയാഴ്ചയും തങ്ങള് ഖുബാ പള്ളിയിൽ പോകാറുണ്ട്. ഹദീസിൽ കാണാം മാഷിയൻ വറാക്കിബൻ, രണ്ടൽക്കും പോകാറുണ്ട്. അപ്പൊ പിന്നെ പറഞ്ഞ എന്താ? 3 പള്ളിയിലേക്കല്ലാതെ പോകാൻ പാടില്ല. അപ്പൊ 4ാമത്തെ പള്ളിയിലെ വാഹനം കയറി 3 പള്ളിക്കല്ലാതെ പോകാൻ പാടില്ല. പിന്നെ ഖുബാ പള്ളിയിലേക്കും നബിതങ്ങൾ നടന്നും പോകലുണ്ട്, ചിലപ്പോൾ വാഹനത്തിലും പോകലുണ്ട്. ഹദീസിൽ പറഞ്ഞല്ലോ 3 പള്ളിയിലേക്കല്ലാതെ വാഹനത്തിൽ പോകാൻ പാടില്ല. അപ്പൊ ആ പറഞ്ഞതിന്റെ ഉദ്ദേശം പ്രത്യേക പ്രതിഫലം ഉദ്ദേശിച്ചു പോകേണ്ട പള്ളികൾ നിസ്കാരത്തിനും ഇത്തിക്കാഫിനൊക്കെ 3 പള്ളികളാണ്. ബാക്കി എല്ലാ പള്ളികളും സവാബിന്റെ വിഷയത്തിൽ സമാണെന്നാണ്. ഇത് തിരിയാഞ്ഞിട്ടല്ല, ഇത് പറഞ്ഞിട്ട് സിയാറത്ത് എങ്ങനെയെങ്കിലും ഒന്ന് നിഷേധിക്കണം, അതിനുള്ള പരിപാടി. കാരണം മദീനയിലാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹിജ്റത്ത് ഷരീഫ് ഉള്ളത്. അപ്പൊ അവിടേക്ക് പോകാൻ പാടില്ല. പിന്നെ സിയാറത്തിന് ഏതെങ്കിലും സാധുക്കൾ പോകാതെന്നാല് പല വാദം ജയിച്ചല്ലോ. അതിനാണ് ഏറ്റവും വലിയ ഹതഭാഗ്യരാണ് മക്കയും മദീനത്തൊക്കെ പോയിട്ട് ഒരു സലാമും കൂടി നബിതങ്ങൾക്ക് പറയാതെ പോകുന്ന ആൾക്കാർ. ഓലെപ്പോലെ മനസ്സിൽ കുരുട്ടുള്ള ആൾക്കാരങ്ങൾ നോക്കി 4 ലക്ഷം 5 ലക്ഷം ചെലവഴിച്ചു പോയിട്ട് മദീന നഗരം ഒരു കണ്ടു, മദീനത്തെ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചു, ഫാത്തിഹ ഒന്ന് ഓരോന്ന്, ഒരു സലാം പറയാൻ അവിടെ ഒന്ന് വന്ന് കാണാൻ നിൽക്കാൻ പോലും കഴിയില്ല. എത്ര വലിയ എതിർപ്പാണ്. സ്വഹാബത്തിന്റെ സ്വഭാവം എന്താ? നബിതങ്ങളെ കാലശേഷം ഏറെ മക്കത്ത് ജീവിച്ച സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഹജ്ജ് കഴിഞ്ഞാൽ നേരെ മദീനത്ത് വരും, സിയാറത്ത് ചെയ്തിട്ടാണ് മക്കത്തേക്ക് തിരിച്ചു പോകുക. അങ്ങനെ ഒരു പതിവുള്ളത് കൊണ്ടാണ് മദീനത്തെ സിയാറത്ത് ഉലമാക്കളൊക്കെ എഴുതി രേഖപ്പെടുത്തിയത് ഹജ്ജിന്റെ ബാബിലാണ്. ഫിഖ്ഹിന്റെ എല്ലാ കിതാബിലും സിയാറത്ത് പറയുന്ന നബിതങ്ങളെ സിയാറത്ത് പറയുന്നത് ഹജ്ജിന്റെ ബാബിലാണ്. ഹജ്ജ് കഴിഞ്ഞാൽ അതിന്റെ അവസാനം പറയും മദീന സിയാറ. അതിന്റെ കാരണം പഴയ കാലം മുതൽക്കേ, സ്വഹാബത്തിന്റെ കാലം മുതൽക്കേ ഉള്ള പതിവാണ് ഹജ്ജ് ഒന്ന് കഴിഞ്ഞാൽ മദീനയിൽ പോയി സിയാറത്ത് ചെയ്യാറ്. നമ്മൾ ചിലപ്പോൾ യാത്രാ സൗകര്യം കൊണ്ട് ആദ്യം മദീനത്ത് പോകും, നാല് സിയാറത്ത് നടക്കും, പിന്നെ മക്കത്തേക്ക് പോകും. പക്ഷെ ചില ആൾക്കാർ ആദ്യം മദീനത്ത് കൊണ്ടിട്ടാലും സലാം പോലും പറയില്ല. ഒരു ഉഹദൊക്കെ കാണാൻ പോകും, ഇതാണ് ഉഹദ്, ഇതാണ് ബദർ, അവിടെ സലാമൊന്നും പറയില്ല. സലാം പറഞ്ഞാൽ പോയില്ലേ മാർക്കറ്റ്, സലാമൊന്നും പറയില്ല. അവിടെ ആരും കാണാനില്ല എന്നൊരു പറഞ്ഞു. ഉഹദാണ് ബദർതാണ് എന്ന് പോരും. ആ പള്ളിന്റെ ഉള്ളിൽ നിസ്കരിച്ചിട്ട് ഒരു സലാം പറയാതെ ഇത്രയും ദൂരത്തുനിന്ന് പോയാൽ എത്രമാത്രം വലിയൊരു പണക്കാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ഹജ്ജ ഫലം യസുർനി ഫഖദ് ജഫാനി, ഹജ്ജ് ചെയ്തിട്ട് എന്നെ സിയാറത്ത് ചെയ്യാതെ പോകുന്ന ആൾ എന്നോട് പിണങ്ങിയവനാണ് എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയും കഠിനാധ്വാനം ചെയ്തിട്ട് ഒരു സലാം പോലും പറയാതെ എത്ര വെറുപ്പാണ് അവരെ മനസ്സിൽ. എന്താ നബിതങ്ങൾ അവരെ ചെയ്തത്? അവരെ ഉള്ളുകളി പുറത്തു പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. അത് മുനാഫിക്കീങ്ങളെ പോലെ പക്ഷെ വെറുപ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. മുനാഫിക്കീങ്ങൾക്ക് നബിതങ്ങളോട് വലിയ വെറുപ്പ് വരാൻ സംഗതി എന്താ? അവരെ ഉള്ളുകളി അല്ലാഹു തആല വഹയിലൂടെ അറിയിച്ചു. ഓർക്ക് വിശ്വാസമല്ലട്ടോ, ഓല് പള്ളി ഉണ്ടാക്കി നിസ്കരിക്കാനല്ലട്ടോ. അങ്ങനെ ഓല രഹസ്യങ്ങളൊക്കെ പുറത്തറിയിച്ചപ്പോ ഓർക്ക് നബിതങ്ങളോടും ദേഷ്യായി. അതിനേക്കാളും വലിയ ദേഷ്യം ജിബ്രീലിനോടായി. കാരണം വഹയി കൊണ്ടിരുന്ന ആള് ജിബ്രീലല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓല ഗൂഢാലോചനകൾ മുഴുവനും പുറത്തു വന്നു. എന്തൊക്കെയാണ് അവരുടെ രഹസ്യ സ്വഭാവങ്ങൾ, അവരുടെ നീക്കങ്ങളൊക്കെ.
അപ്പോ നരകത്തിൽ കടക്കുന്ന ഹതഭാഗ്യരിൽ ചേരാൻ പാടില്ല. ബിദ്അത്തുകാര് അവര് നരകത്തിലാണ് എന്ന് ഹദീസിൽ പറഞ്ഞപ്പോ നമ്മൾ അവരെ എങ്ങനെ പോലും നരകത്ത് പോവുക? അവർ നിസ്കാരം കാര്യങ്ങളും വിഷയങ്ങളൊക്കെ ചൊവ്വാണല്ലോ. പോലെ വിശ്വാസം അത് വളരെ വികലമായ വിശ്വാസമാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഥാവിധി വിശ്വസിക്കാതെ അള്ളാഹുവിൽ വിശ്വസിക്കാൻ ആർക്ക് കഴിയും? തങ്ങളെ യഥാവിധി സ്നേഹിക്കാതെ അള്ളാഹുവിനെ സ്നേഹിക്കാൻ ആർക്കിവിടെ കഴിയും? അത് നടക്കൂല. കാരണം ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ആദ്യം നിങ്ങൾ എന്നെ സ്നേഹിക്കണമെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഖുർആനിലൂടെ അറിയിച്ച അങ്ങനല്ലേ? ആ സ്നേഹത്തിന്റെ ഭാഗമാണ് ഇത്തിബാഉ, നബി തങ്ങളെ പിന്തുടർച്ച മാത്രം പോരാ, മഹബ്ബത്തും വേണം. അപ്പൊ നബി തങ്ങളെ സ്നേഹിക്കാതെ അള്ളാഹുവിനെ സ്നേഹിക്കുക സാധ്യമല്ല. നബി തങ്ങളെ പറ്റി അറിയണം. അറിഞ്ഞിട്ട് നല്ലോണം വിശ്വസിച്ച് നല്ലോണം സ്നേഹിച്ച് അള്ളാഹുവിനെ സ്നേഹിക്കാം. പരാജിതരാകാൻ പാടില്ല. നമ്മളൊന്നും പരാജിതരിൽ പെടാൻ പാടില്ല. നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ മക്കളും ആരും പരാജിതരുടെ ലിസ്റ്റിൽ വരാൻ പാടില്ല. കാഫിരീങ്ങൾ മാത്രമല്ല പരാജിതർ, മുനാഫിക്കുകളും പരാജിതരാണ്, മുബത്തദികളും പരാജിതരാണ്. അതുകൊണ്ടാണ് ബിദ്അത്തുകാര് എത്ര അമൽ ചെയ്താലും ലാ യഖ്ബലുല്ലാഹു മിൻഹും സർഫൻ വലാ അദ്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഫർളും അല്ലാഹു സ്വീകരിക്കൂല, ഒരു സുന്നത്തും അല്ലാഹു സ്വീകരിക്കൂല. മലക്കുകളുടെയും അതുപോലെ മഹത്തുക്കളുടെയും അള്ളാന്റെ ഒക്കെ ലഅനത്ത് അവർക്കുണ്ട്. അത് ഇസ്ലാമിൽ ഇല്ലാത്തത് ഉണ്ടാക്കി വെച്ച ആളുകൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ഒരു ശിക്ഷയാണ്. കർമ്മങ്ങളൊക്കെ നല്ലോണം ഉണ്ടാവും, പക്ഷെ സ്വീകരിക്കപ്പെടില്ല. കാരണം അവർ പലതും ചേർത്ത് കളഞ്ഞു, ഇല്ലാത്ത പല വിഷയങ്ങളും ഉണ്ടാക്കിക്കളഞ്ഞു. ഏറ്റവും വലിയ വിഷയം എന്താണ്? നമ്മളിപ്പോ സുന്നികളായതുകൊണ്ട് നമുക്ക് അവർ കാണുന്ന ഏറ്റവും വലിയ കേടെന്താ? നമ്മളെ അനുദിനം ശിർക്ക് ചെയ്യുന്നവരാണ് അവർ പറയുന്നത്. എന്താ നമ്മളെ ശിർക്ക്? യാ റസൂലല്ലാഹ് എന്ന നമ്മളെ വിളിയാണത്ര ശിർക്ക്. എന്നാ നിങ്ങൾ നോക്കി, നബി തങ്ങൾ വഫാത്തായതിനു ശേഷം ആദ്യമായിട്ട് ആ വിളിച്ച ആള് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത് ചോദിക്കുമ്പോൾ അവർക്ക് പറയാനുള്ള ധൈര്യമല്ല. കാരണം ആകെ മാറിപ്പോകണ്ടെന്ന് എത്തിയിട്ടാ. ചിലരെന്നാലും പറയും ഒരു ഈമാന്റെ കട്ടിയുണ്ട്, ആര് വിളിച്ചാലും അങ്ങനെ തന്നെയെന്ന് പറയും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ തങ്ങളെ മുഖത്തുനിന്ന് ആ മുണ്ടിങ്ങനെ നീക്കിയിട്ട് സ്വഹീഹുൽ ബുഖാരിയിൽ പറഞ്ഞില്ലേ, ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്. അള്ളാഹുവിന്റെ റസൂലിനെ ആദ്യം യാ റസൂലല്ലാഹ് എന്ന് വഫാത്തിന് ശേഷം വിളിച്ചത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ. വെറുതെ വിളിച്ചു എന്ന് മാത്രമല്ലല്ലോ, ഗസാലി ഇമാം തങ്ങൾ പറഞ്ഞില്ലേ, നാളെ അള്ളാഹുവിന്റെ അടുക്കൽ വെച്ച് ഞങ്ങളെ കാര്യം തങ്ങൾ ഓർക്കണം എന്ന് വരെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. വഫാത്തായി കിടക്കുന്ന നബിയോട്, നബിയെ ഉദ്കുർനാ ഇൻദ റബ്ബിക, റബ്ബിന്റെ അടുക്കൽ വെച്ച് ഞങ്ങളെ കാര്യം ഓർക്കണം, ഞങ്ങളെ പറ്റിയും ഒരു വിചാരം വേണം, ഞങ്ങളെ കഴിവയ്ക്കരുത് എന്ന അർത്ഥത്തിൽ ഒരു കേണപേക്ഷ വഫാത്തായി കിടക്കുന്ന നബിയോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടത്തിയിട്ടുണ്ട്. അപ്പൊ ഈ വിഷയത്തിൽ ആരോപിക്കുകയാണെങ്കിൽ ആ ആരോപണം ആദ്യം ചെന്നെത്തുന്നത് ഈ വലിയ മഹാനിലേക്കല്ലേ. രോഗം ബാധിച്ചതിന്റെ പേരിലാണ് വിളിക്കുന്നോണ്ട് തെറ്റെങ്കിൽ, രോഗം ബാധിച്ചിട്ട് അങ്ങനെ വിളിച്ചത് സ്വഹാബത്തല്ലേ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ മുത്തബി സുന്നല്ലേ. സുന്നത്തിന് എതിരായി ഒരു വിഷയം മഹാനവറുകൾ ചെയ്യൂല. അതുകൊണ്ടാണ് ആ പേര് മുത്തബി സുന്ന. സുന്നത്ത് എങ്ങനെയാണോ അങ്ങനെ തന്നെ ജീവിതം മുഴിഞ്ഞു വെച്ച മഹാനാണ്. മക്കത്തുനിന്ന് മദീനത്തുനിന്ന് മക്കയിലേക്ക് ഹജ്ജിന് പോകാൻ സാധാരണ ആളുകൾക്ക് വാഹനത്തിൽ അന്നത്തെ കാലത്ത് വിശ്രമിച്ചൊക്കെ പോകുമ്പോ 2-3 ദിവസമൊക്കെ എടുക്കും. പലയിടത്തും ലാൻഡ് ചെയ്താ പോവുക, ഒറ്റടിക്ക് പോകാൻ കഴിയൂലല്ലോ, ഒട്ടകത്തിലല്ലേ, വാഹനപ്പുറത്തല്ലേ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ എല്ലാരും മക്കത്തെത്തിയാലും 2 ദിവസം കൂടി വൈകിട്ടെത്തുക. അതെന്താന്ന് ചോദിക്കുമ്പോ എന്താ മറുപടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഹജ്ജിന് വന്നപ്പോ എവിടെയെല്ലാം വാഹനങ്ങൾ പാർക്ക് ചെയ്തോ അവിടൊക്കെ വാഹനം പാർക്ക് ചെയ്യും, ഏതെല്ലാം മലയുടെ മുകളിൽ താമസിച്ചോ അവിടൊക്കെ താമസിക്കും, ഏതെല്ലാം ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉറങ്ങിയോ അവിടൊക്കെ ഉറങ്ങും. ഉറക്കം വരുന്നില്ലേ എന്നാലും ഒന്ന് കിടക്കും. ഇനി എവിടെയാണോ നബി തങ്ങൾ ഖളാഉൽ ഹാജത്തിന് ഇരുന്നത്, ഇബ്നു ഉമർ തങ്ങൾക്കില്ലെങ്കിലും അവിടെ ഒന്നിരിക്കും.
തണല് വിശ്രമം ആവശ്യമില്ലെങ്കിലും തങ്ങൾ വിശ്രമിച്ചൊരു മരാണോ നാ അവിടെ ചാരി വിശ്രമിക്കും. ഇങ്ങനെ ഇത്തിബാ ചെയ്ത മുത്തബി സുന്ന അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ കാലിന് തളർവാദം വന്ന് നടക്കാൻ കഴിയാതെ കുടുങ്ങിപ്പോയി. കാല് കൊഴിഞ്ഞു പോയ എങ്ങനെ ഉണ്ടാകും അവസ്ഥ? പറ്റ തളർന്നുപോയി. മഹാനവർകൾ വിളിച്ച വിളി യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റ വിളി വിളിച്ചാൽ മതിയല്ലോ, അവർക്ക് അത്രയും വലിയ ബന്ധല്ലേ. ഒറ്റ വിളി വിളിച്ചിട്ടേ ഉള്ളൂ. ഫകഅന്നമാ നുശിത മിന്നി ഖാൽ. ഇമാം ബുഖാരി തങ്ങളും ഇമാം നബി റളിയല്ലാഹു അൻഹുവും ദിക്ർ പഠിപ്പിച്ചിടത്ത്, അദബ് പഠിപ്പിച്ചിടത്ത് ബാബുമാ യഖൂലു റജുലു ഇദാ ഖദറത് റിജ്ലുഹു, കാലിന് തളർവാദം വന്നു പോയാൽ എന്ത് ചൊല്ലണം എന്ന് പഠിപ്പിച്ച ദിക്റാ. എന്താ വിളിക്കേണ്ടത്? അതാണ് പഴമക്കാരായ ഉപ്പാപ്പാരൊക്കെ എന്ത് സഞ്ചാരം വേദന വന്നാലും യാ റസൂലല്ലാഹ് യാ നബി അല്ലാഹ് നൂലിങ്ങനെ വിളിക്കും. കിടക്കുന്ന കിടത്തത്തിൽ നമ്മൾ കേൾക്കാം അല്ലാഹ് യാ റസൂലല്ലാഹ് നൂലിങ്ങനെ വിളിക്കും. അതുപോലെ ഈമാനാണ്. ഞമ്മക്ക് അത്ര ബന്ധം കുറവായതുകൊണ്ട് നമുക്ക് വിളിക്കാൻ തോന്നില്ല. അവരെന്ത് വിഷമം വന്നാലും ആ വിളി വിളിക്കും. ബദരീങ്ങളെ എന്ന് പഴമക്കാരെ എത്ര വേഗം വിളിക്കും. ഒറ്റ വിളി വിളിച്ചിട്ടേ ഉള്ളൂ. ഒരു കെട്ടിയിട്ട ഒരു ഒട്ടകം അതിന്റെ കെട്ടയിച്ചാൽ എത്ര സന്തോഷത്തോടെ പുറത്തു പോകും. ഫകഅന്നമാ നുശിത മിന്നി ഖാൽ. കെട്ടയിച്ച ജീവി സന്തോഷത്തോടെ പുറത്തു പോകുന്നത് പോലെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു രണ്ട് കാലും കൊണ്ട് ആവേശത്തോടെ നടക്കാൻ തുടങ്ങി. തളർവാദം പെട്ടെന്ന് മാറിപ്പോയി. വിളിക്കല് തെറ്റാണെങ്കിൽ ഈ ഫലം കിട്ടുമോ? ഒന്ന് ചിന്തിച്ചാൽ മതിയല്ലോ. വിളിക്കല് തെറ്റാണെങ്കിൽ ഇപ്പൊ ഈ ഫലം കിട്ടുമോ? വിളിച്ചിന് മാത്രല്ല, ധാരാ വിളിച്ചത് മുത്തബി സുന്ന അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അവരൊക്കെ ശൈലി അങ്ങനെയാണ്. ആ ശൈലിയിൽ ജീവിച്ചവരെ രക്ഷപ്പെടുള്ളൂ. അതേ സമയത്ത് ഇങ്ങനെ ഒരു വിളി വിളിക്കല് കടുത്ത തെറ്റാണ് എന്ന് പറയുമ്പോ പിന്നെ അവസാനപ്പോ അവരോട് നമുക്ക് പറയാനുള്ളത് നബിനെ നിസ്കരിക്കാനും പറ്റൂല എന്നുള്ളതാണ്. മറ്റേ കാണാതായിപ്പോയ മൗലവി പറഞ്ഞ മാതിരി ഒരു കാണാതായിപ്പോയ മൗലവില്ല, അതുവരെ തെരഞ്ഞു കണ്ടില്ല, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അയാള് പറഞ്ഞു ആദ്യം അഹ്ലുസുന്നയിൽ നിന്ന് വ്യതിചരിച്ച് പിന്നെ വിദേഹത്തുകാരെ കൂടെ കൂടിയപ്പോ അയാൾ പറഞ്ഞു, അവരോട് പറഞ്ഞു നിങ്ങളും നരകത്തിലാണ്, സുന്യാളെ പോലെ തന്നെ. അപ്പൊ സുന്യാളെ പോലെ ഞങ്ങളും നരകത്തിലാരാൻ കാരണം? നിങ്ങളും നിസ്കാരത്തിൽ വിളിക്കുന്നുണ്ടല്ലോ അസ്സലാമു അലൈക അയ്യുഹൻ നബിയും, അതുകൊണ്ട് നിങ്ങളാ വിളിക്കുന്നോണ്ട് നിങ്ങളും കൂടെ കൂടാൻ പറ്റൂല. പിന്നെ അയാൾ ആ സ്വന്തം പ്രസ്ഥാനം ഉണ്ടാക്കിയത്. ഇനി അതേ ശരിയാകുള്ളൂ എന്ന് തോന്നിയിട്ട് നിങ്ങൾ ആരും കൂടെ കൂടാൻ പറ്റൂല. കാരണം സ്വർഗത്തിൽ ഇപ്പൊ ഇയാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സ്വർഗത്തിൽ എത്ര വിശാലത ഉണ്ട്. എല്ലാവർക്കും കണ്ട ഒരു തെറ്റെന്താ? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്തായി പോയ തങ്ങളെ വിളിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അയാളോട് ചോദിച്ചു നിങ്ങൾ എന്താ ചെയ്യല്? അയാൾ പറഞ്ഞു ഞാൻ വിളിക്കലില്ല, അസ്സലാമു അലൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിളി ഒഴിവാക്കി. അയ്യുഹൻ നബിയു എന്നുള്ള വിളി ഒഴിവാക്കിയാണ്. അയാൾ ആസൂത്രിത നീക്കാണ്. എന്നിട്ട് അസ്സലാമു അലൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നാക്കി. അപ്പൊ പിന്നെ നേരിട്ടില്ലല്ലോ. അത്തയ്യാത്ത് ശരിയാവില്ല, അത് വേറെ വിഷയം. അത്തയ്യാത്ത് ശരിയാവില്ല. കാരണം അലൈക്ക അസ്സലാമു അലൈക്ക എന്നുള്ള അലൈക്ക് ഒഴിവാക്കി. അതുപോലെ തന്നെ അയ്യുഹ എന്നുള്ളത് ഒഴിവാക്കിയല്ലോ. അത്തഹിയാത്ത് കുറഞ്ഞ അത്തഹിയാത്താണെങ്കിലും വലിയ അത്തഹിയാത്താണെങ്കിലും അലൈക്ക് അയ്യുഹി ഒഴിവാക്കിയിട്ടുള്ള അത്തഹിയാത്തില്ലല്ലോ. ചുരുങ്ങിയ അത്തഹിയാത്ത് ഓതുമ്പോഴും സലാമുൻ അലൈക്ക അയ്യുഹൻ നബിയും അതിലുണ്ട്. വലിയ അത്തഹിയാത്ത് ഓതാണെങ്കിലും അസ്സലാമു അലൈക അയ്യുഹൻ നബി ഉണ്ടല്ലോ. അപ്പൊ അത് ഒഴിവാക്കിയാല് നിസ്കാരം ശരിയാകൂല, അത്തഹിയാത്തും ശരിയാകൂല. അങ്ങനെയാണ്. എന്നാലും വിളി വിളിക്കരുത് എന്നുള്ള ആ ഒരു തത്വമാണ്. അപ്പൊ സഹോദരങ്ങളെ, ബിദ്അത്തുകാര് ഒരു കൂട്ടര് മാത്രല്ല, എല്ലാ ബിദ്അത്തുകാരും, ബിദ്അത്തിന്റെ എല്ലാ കക്ഷികളും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കുന്നിടത്ത്, തങ്ങളെ വിശ്വസിക്കുന്നിടത്ത് വലിയ കുഴപ്പം പറ്റിയ ആളുകളാണ്. അതുകൊണ്ട് വിശ്വാസ രംഗത്ത് വൈകല്യം സംഭവിച്ചവർക്കുള്ളതാണ് കാര്യമായിട്ടും നരകം. ലാ യസ്ലഹ ഇല്ലൽ അഷ്ഖല്ലദീ കദ്ദബ വതവല്ല. നരകത്തിൽ പ്രവേശിക്കുകയില്ല ഇല്ലൽ അഷ്ഖ, പരാജിതനല്ലാതെ. പരാജിതരിൽ അല്ലാഹു നമ്മളെ പെടുത്താതിരിക്കട്ടെ. അള്ളാഹിന്റെ ഇൽമിൽ ആരാണോ പരാജിതൻ നമുക്കറിയില്ലല്ലോ, നമ്മൾ അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാ മഹാന്മാർ തഫ്സീർ പറഞ്ഞത് ഇല്ലാ മൻ കാന ശഖിയൻ ഫീ ഇൽമില്ലാഹി അസ്സ വജൽ. അള്ളാന്റെ ഇൽമിൽ ആരാ ശഖി? അതൊരു പക്ഷേ എന്തെങ്കിലുമൊക്കെ വിഷമം കാരണം ലാസ്റ്റ് മാറിപ്പോയാലോ.
അള്ളാഹ് നമ്മളെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. നല്ലൽക്ക് ജീവിച്ച് ലാസ്റ്റ് അങ്ങോട്ട് കോലം കെട്ടുപോയാലോ? അയാൾ അള്ളാഹിന്റെ ഇൽമിൽ ശഖിയായി മാറിയില്ലേ? ഇത്തരം ചില ആയത്തുകളൊക്കെ കേൾക്കുമ്പോഴാണ് സ്വഹാബത്തിന് വലിയ ഖൗഫ് തോന്നിയിരുന്നത്. നേരത്തെ നമ്മൾ ഓതിയ ഇന്ന സഅയകും ലശത്ത ഫഅമ്മാ മൻ അഅതാ വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനിയസ്സിറുഹു ലിൽ യുസ്റാ, ഈ ആയത്ത് ഓതിയപ്പോൾ ഏതായാലും നരകത്തിലേക്കും സ്വർഗത്തിലേക്കൊക്കെ ഉള്ളവരെ അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് പറഞ്ഞു, നബിയെ എന്നാ ഞാൻ അങ്ങനെ ജീവിച്ചാ പോരെ, നമ്മൾ വെറുതെ ഇടങ്ങേറാകേണ്ടതില്ലല്ലോ. അപ്പൊ തങ്ങൾ പറഞ്ഞു, ഇഅ്മലു, നിങ്ങൾ ഇഖ്ലാസോടെ അമൽ ചെയ്യൂ. ഫകുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹു, ഓരോരുത്തരെയും എന്തിനു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടത് അതിലേക്ക് എളുപ്പമാക്കി തരും. അപ്പൊ നിങ്ങളൊക്കെ സ്വർഗം ഉദ്ദേശിച്ച് അതിന് ഇഖ്ലാസോടെ അമൽ ചെയ്യുമ്പോൾ സ്വർഗത്തിലേക്ക് നിങ്ങളെ കൂട്ടിത്തരും. അള്ളാഹ് തീരുമാനിച്ച പോലെ നമ്മളൊന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചാൽ അത് എളുപ്പമുള്ള സംഗതിയല്ല. അതുകൊണ്ട് എല്ലാവരും ചെയ്തോളി, ആരും ചെയ്യാതിരിക്കണ്ട. അള്ളാന്റെ ഇൽമിൽ ശഖിയായ ആള് ശഖിയല്ലേ? അള്ളാഹുവിന്റെ ഇൽമിൽ ആരാണോ വിജയിച്ചവൻ ഓനെ വിജയിക്കുള്ളൂ. വിജയിച്ചവരിൽ അള്ളാഹു നമ്മൾ പെടുത്തി തരട്ടെ. പരാജിതരിൽ പെടുത്താതെ നമ്മുടെ ജീവിതം അള്ളാഹു നന്നാക്കി തരട്ടെ. ഇവിടെ ചില ആൾക്കാര് കാഫിരീങ്ങൾ മാത്രമേ ഈ പറഞ്ഞതിൽ പെടുള്ളൂ എന്ന് പറഞ്ഞപ്പോ മഹാന്മാരായ പണ്ഡിതന്മാരെ ഗണ്ണിച്ചു പറഞ്ഞു. അവരതിന് തെളിവ് പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്ക് വെക്കുന്നത് അല്ലാഹു പൊറുക്കൂല. അതാണ് മുശ്രിക്കീങ്ങൾ കാഫിരീങ്ങൾ. ശിർക്ക് വെക്കുന്ന അല്ലാഹു പൊറുക്കൂല, അല്ലാത്തതൊക്കെ പൊറുക്കും. പക്ഷെ അല്ലാത്തത് പൊറുക്കും എന്ന് പറഞ്ഞപ്പോ ലിമൻ യശാഉ എന്ന് അല്ലാഹു പറഞ്ഞു. അല്ലാഹു ഉദ്ദേശിച്ചവർക്കേ പൊറുക്കുള്ളൂ, എല്ലാവർക്കും പൊറുക്കൂല. അപ്പൊ അല്ലാഹു പൊറുക്കാൻ ഉദ്ദേശമില്ലാത്തൊരു വിഭാഗം ഉണ്ട് എന്നല്ലേ പറയുന്ന അർത്ഥം? അവര് പരാജിതരായിട്ട് നരകത്ത് പോകേണ്ടി വരൂലേ എന്നാണ് പണ്ഡിതന്മാർ മറുപടി കൊടുക്കുന്നത്. മാത്രമാണെങ്കിൽ വലിയ ആശ്വാസമാണ്. അങ്ങനെ ശിർക്കൊന്നും വരാത്തതുകൊണ്ട് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ലിമൻ യശാഉ അപ്പുറത്തില്ലേ? ആ ലിമൻ യശാഉ എന്നുള്ള വാക്കാണ് കൂടുതൽ ചിന്തിക്കേണ്ട വാക്ക്. അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അല്ലാത്ത പുറത്തു കൊടുക്കുള്ളൂ. അപ്പൊ അല്ലാഹു തആല പുറത്തു കൊടുക്കാൻ തീരുമാനിക്കാത്ത പരാജിതരിൽപ്പെട്ട ഒരു വിഭാഗം ഉണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം? ശിർക്ക് വെക്കുന്നവര് മാത്രമല്ലല്ലോ, അല്ലാത്തവരും ഉണ്ടല്ലോ പരാജിതരില്. അപ്പൊ ആ പരാജിതരുടെ കൂട്ടത്തിൽ പെടാതെ ഈമാനുള്ള ഇഖ്ലാസുള്ള ആളുകളെ കൂട്ടത്തിൽപ്പെട്ട് സ്വർഗത്തിൽ എത്തിച്ചേരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ സദസ്സ് ആ രൂപത്തിൽ അള്ളാഹു തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ.